വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഞാനിവിടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ന്റെ 6. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് അധികാരമില്ല. ചേർന്നൊന്ന് പറയാമോ? രണ്ടാമത്തെ മരണത്തിന് അധികാരമില്ല. ഒന്നുകൂടെ പറയാമോ? രണ്ടാമത്തെ മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാണു. അവർ ഭരിക്കേണ്ടവരാണ്, അവർ ഭരിക്കപ്പെടേണ്ടവരല്ല. അതുകൊണ്ട് മരണത്തിന് അവരുടെ മേൽ അധികാരമില്ല. അവർക്ക് മരണത്തിന്റെ മേൽ അധികാരമുണ്ട്. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഞാൻ അല്പസമയം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നിത്യതയെക്കുറിച്ചാണ്, പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. 1000 കോടി വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആരായിരിക്കും എന്ന് പ്രസംഗിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അന്ന് നിങ്ങളുടെ രൂപം എന്തായിരിക്കും? അന്ന് നിങ്ങളുടെ നിറം എന്തായിരിക്കും? അന്ന് നിങ്ങളുടെ ഭാഷ എന്തായിരിക്കും? നിങ്ങളുടെ പൊക്കം എന്തായിരിക്കും? നിങ്ങളുടെ ആരോഗ്യം എന്തായിരിക്കും? നിങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എത്ര പേർ കേൾക്കാൻ ആഗ്രഹമുണ്ട്? എത്ര പേർ കേൾക്കാൻ ആഗ്രഹമുണ്ട്? ഇത് എൻ്റെ വചനങ്ങളല്ല, എനിക്കങ്ങനെ പറയാനുള്ള കഴിവില്ല. ഞാനൊരു പാവപ്പെട്ട ഹൈന്ദവ ഭവനത്തിലാണ് ജനിച്ചു വളർന്നത്. ബൈബിളുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ക്രിസ്തുവിനോട് സ്നേഹമുണ്ടായിരുന്നില്ല. സുവിശേഷത്തെ എതിർത്ത് നടന്ന ഒരു ഗോപാലകൃഷ്ണനായിരുന്നു ഞാൻ. ഭാഗ്യവശാൽ കർത്താവ് എന്നെയും ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞതൊക്കെ വിശ്വസിക്കാനും അത് പറയാനും ഒക്കെ ഉള്ളൊരു ധൈര്യം കർത്താവ് നൽകി. അതാണ് ഞാൻ ആദ്യം ഇവിടെ പ്രഖ്യാപിച്ചത്. പുനരുത്ഥാനത്തെക്കുറിച്ച് ആഴമേറിയ ദർശനങ്ങൾ, സഹസ്രാബ്ദ ഭരണത്തെക്കുറിച്ചുള്ള ആഴമേറിയ ദർശനങ്ങൾ ദൈവം യോഹന്നാന് കൊടുക്കുമ്പോൾ അത് എളുപ്പമായിരുന്നില്ല. ആ ദർശനങ്ങളും ആ വെളിപ്പാടുകളുമൊക്കെ അതേ നല്ലൊരു യൗവനക്കാരനായിരുന്ന കാലത്ത്, സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്ന കാലത്ത്, ആധ്യാത്മികതയുടെ വേറൊരു തലത്തില് താൻ ഇങ്ങനെ സ്നാപക യോഹന്നാനോടുകൂടി ജീവിക്കുന്ന കാലത്താണ് തൻ്റെ ഗുരുവിൽ നിന്ന് യേശുവിനെ കുറിച്ചൊരു പ്രസംഗം കേൾക്കുന്നത്. പിന്നെ യേശുവിൻ്റെ പുറകെ പോയി. അതെൻ്റെ ഗുരുവിനും ഇഷ്ടമായിരുന്നു. പിന്നെ ഒരിക്കലും പിന്മാറിയിട്ടില്ല. കർത്താവിനോട് കൂടെയായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര സ്നേഹിതരായി. പിന്നെ ഒരു കുട്ടിയെപ്പോലെ കർത്താവിൻ്റെ മാർവിൽ ചാരിക്കിടന്നുകൊണ്ടാണ് പുള്ളി പ്രസംഗം കേൾക്കുന്നത്. എൻ്റെ ദൈവമേ, അതൊക്കെ എന്തൊരു ഭാഗ്യമായില്ലേ! എല്ലാവരും അകലെയൊക്കെ മാറി നിന്ന് പ്രസംഗം കേൾക്കുമ്പോൾ യോഹന്നാൻ ആ പ്രസംഗം കേൾക്കുന്ന കർത്താവിൻ്റെ മാറിൽ ചാരിക്കിടന്നുകൊണ്ട് ആ മുഖത്തോട്ട് നോക്കിയാണ്. എന്തൊരു 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 റിലേഷനാണല്ലേ! പക്ഷെ ആ യോഹന്നാൻ പിന്നെ കാണുന്ന ഒരു ദാരുണമായ സംഭവമാണ്. താൻ വിശ്വസിച്ച, താൻ ആരാധിച്ച തൻ്റെ അരുമനാഥന്റെ മുഖമെല്ലാം വിരൂപമാക്കപ്പെട്ട്, ആ രോമങ്ങളെല്ലാം പിഴുതു പറിക്കപ്പെട്ട്, ആ ശിരസിൽ മുൾക്കിരീടം വെച്ച് അടിച്ച്, ആ രക്തം ഇങ്ങനെ വാർന്ന് ആ കൺപോളകളിലൂടെ, ആ കൺപീലുകളിലൂടെ ഒഴുകുന്നതും, ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ആസ്തികളെല്ലാം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതും, പരിഹസിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ മുൻപിൽ ഒറ്റപ്പെട്ടവനെ പോലെ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെയാണ് യോഹന്നാൻ കാണുന്നത്. ആ സന്ദർഭത്തിലും മറിയോടൊപ്പം താൻ അതിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം എങ്ങനെ യോഹന്നാൻ സഹിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ. കർത്താവിൻ്റെ ഉയർപ്പിന്റെ കാലത്തിലും യോഹന്നാന് യേശുവിനോട് കൂടി തന്നെ നടന്നു. പക്ഷേ എങ്ങനെ ഒരിടക്കാലം പത്രോസിന്റെയും യാക്കോബിന്റെയും വാക്കുകളായിരിക്കുമോ അദ്ദേഹവും ആ പടവും ഒക്കെ എടുത്ത്, ഇപ്പോൾ യേശുവില്ലല്ലോ,
ഇനി കാറ്റിനെ ആര് ശാന്തമാക്കും? ഇനി വിശന്നാൽ ആര് ഭക്ഷണം നൽകും? യേശു പോയല്ലോ. അതുകൊണ്ട് പഴയ പടക, പഴയ വല, അതൊക്കെ ആയിട്ടൊരു രാത്രിയിലൊക്കെ പോയി നന്നായിട്ട് കഷ്ടപ്പെട്ട് നന്നായി വിശന്ന് ഒക്കെ കഴിയേണ്ട ഒരു ഗതികേടും യോഹന്നാനുണ്ട്. അതെല്ലാം നല്ലതാണ്. അത് തൻ്റെ ജീവിതത്തെ പിന്നീട് ഉറപ്പിക്കുവാൻ കാരണമായി. വീണ്ടും താനൊരു അപ്പോസ്തലനായി മാറുകയാണ്. പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു വ്യത്യസ്തമായ തലങ്ങളിലേക്ക് തന്നെ ഇറക്കുകയാണ്. അവിടുന്ന് താൻ ടർക്കിയിലേക്ക് പോകുകയാണ്. എഫെസോസിന്റെ പട്ടണത്തില് ആർത്തമീസി ദേവിയുടെയൊക്കെ ആരാധന നടക്കുന്ന ആ മേഖലകളിൽ താനൊരു പാസ്റ്ററായി സേവനം ചെയ്യുകയാണ്. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ അവിടെ ഫിലദൽഫിയയിലും സർദീസിലും ലവോദിക്കയിലും ഒക്കെ കുറെ ചർച്ചകളുണ്ടായി. താനൊരു സെൻട്രൽ മിനിസ്റ്ററായിട്ട് പ്രവർത്തിക്കുകയാണ്. സന്തോഷത്തിന്റെ കാലം, ഡൊമീഷ്യന്റെ കാലമാണത്. റോമിൽ സുവിശേഷ വിരോധിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സുവിശേഷകരെ ഇഷ്ടമല്ല. ഇദ്ദേഹം ഇപ്പോൾ ഒരു വൃദ്ധനായി കഴിഞ്ഞിരുന്നു. തലമുടിയെല്ലാം നന്നായിട്ട് നരച്ചിട്ടുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ സ്കെൽറ്റനായൊരു മനുഷ്യൻ, പുഞ്ചിരിക്കുന്ന മുഖവുമായി സ്നേഹത്തിന്റെ സന്ദേശം പറയുന്ന യോഹന്നാൻ താൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട്, പാസ്റ്റർ ആയതുകൊണ്ട്, യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് താൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. പിന്നെ ഒരു പാക്കപ്പലിലേക്ക് വലിച്ചു കയറ്റി ഒരു കൂട്ടം നൊട്ടോറിയൽ ക്രിമിനൽസിനോടൊപ്പം ഈജിയൻ കടലിലൂടെ കൊണ്ടുപോകുകയാണ്. ഏതെങ്കിലും ഒരു ദ്വീപിൽ വലിച്ചെറിയുകയാണ്. റോമക്കാരുടെ ബുദ്ധിപരമായ നീക്കമാണത്. തടവിലാക്കിയവർക്ക് ഭക്ഷണം കൊടുക്കണ്ട, അവരുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട, അവർ രക്ഷപ്പെടുകയുമില്ല. അവർ പിന്നീട് മരിച്ച് അവിടെ തന്നെ അടക്കപ്പെട്ടുകൊള്ളും. ചെലവില്ലാത്ത ഒരു തടവ് ശിക്ഷ. അങ്ങനെ ഒരു ദ്വീപിന്റെ അടുക്കൽ വന്നപ്പോൾ ഇറ്റാലിയൻ പട്ടാളക്കാർ ഈ വൃദ്ധനെ വലിച്ച് ആ ദ്വീപിലേക്ക് വലിച്ചെറിഞ്ഞു. നൂറുകണക്കിന് ദ്വീപുകളിൽ ഉള്ള പത്മോസിലെ ഒരു ദ്വീപ്, ഒരു കൊച്ചു ദ്വീപ്. പാറക്കൂട്ടങ്ങളാണ്, കരിമ്പാറക്കൂട്ടങ്ങൾ, മുൾപ്പടർപ്പുകളാണ്. കഴുകന്മാരും കുറുക്കന്മാരും ഒക്കെ ധാരാളമുണ്ട്. അവിടെ വന്നവരാരും രക്ഷപ്പെട്ടിട്ടില്ല. കൊല്ലാൻ വേണ്ടി വലിച്ചെറിയപ്പെടുന്നതാണല്ലോ. അങ്ങനെ ചില വർഷങ്ങൾക്ക് മുൻപ് വലിച്ചെറിയപ്പെട്ടവരുടെ മൃതശരീരം അഴുകി മാറി അസ്ഥികൂടങ്ങളും തലയോട്ടികളും ഒക്കെ അവിടെ ചിതറിക്കിടക്കുന്നുണ്ട്. ചിലരൊക്കെ മരിച്ചതേ ഉള്ളൂ. ചിലരൊക്കെ മരിച്ചിട്ട് 2-3 ദിവസങ്ങളായി ജീർണിച്ച് ദുർഗന്ധം വമിക്കുന്നുണ്ട്. കഴുകന്മാരും കുറുക്കന്മാരും എല്ലാം അത് കൊത്തിവലിക്കുന്നുണ്ട്. അവിടേക്കാണ് ഈ വൃദ്ധൻ എറിയപ്പെട്ടത്. തന്റെ മനസ്സിലൂടെ ഒരു പക്ഷേ അനവധി ചിന്തകൾ കടന്നുപോയി കാണും. തന്റെ ബന്ധുക്കളൊക്കെ അങ്ങ് കഫർനഹൂമിലോ ഗലീലയിലോ ഒക്കെയാണ്. അവർക്കൊക്കെ സാമാന്യം ജീവിക്കാനുള്ള തൊഴിലും വരുമാന മാർഗവും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നാണ് ഈ സ്നാപയോഹന്നാന്റെ പുറകെ കൂടിയത്. അവിടുന്ന് പിന്നെ യേശുവിന്റെ അടുക്കലേക്ക്. തന്റെ കൂട്ടുപ്രവർത്തകരായ അപ്പോസ്തലന്മാർ എല്ലാം ജെറുസലേമിലുണ്ടാവും. തന്റെ വിശ്വാസികളൊക്കെ ഇപ്പോൾ എഫെസോസിലുണ്ടാകും. ഒരു സഹകരണവും സഹാനുഭൂതിയും ശുശ്രൂഷയും ഒക്കെ കിട്ടേണ്ട വാർദ്ധക്യ വേളയാണ്. കൈപിടിച്ച് ആരെങ്കിലും ഒക്കെ നടത്താനും അല്പം വെള്ളമൊക്കെ ഒന്ന് എടുത്തു കൊടുക്കാനും ഒക്കെ സഹായം ആവശ്യമായിരിക്കുന്ന ശരീരമാണ് തൻ്റേത്. കർത്താവേ, ഈ സന്ദർഭത്തിലാണോ ഞാനിവിടെ വരേണ്ടത്? ഈ തലയോട്ടികളുടെ ഇടയിൽ, ഈ അസ്ഥിമഞ്ജരങ്ങളുടെ ഇടയിൽ, ഈ കുറുക്കന്മാരുടെ ഇടയിൽ, ഈ കഴുകന്മാരുടെ ഇടയിൽ, ഈ ക്രിമിനൽസിന്റെ ഇടയിൽ, പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലായിരുന്നെങ്കിൽ, അപ്പോസ്തലന്മാരുടെ ഇടയിലായിരുന്നെങ്കിൽ, ഒരു ഉപവാസ പ്രാർത്ഥനയിലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ചീത്ത പറയുന്ന ഈ ക്രിമിനൽസിന്റെ ഇടയിലാണോ ഞാൻ ആയിരിക്കേണ്ടത്?
ഈ തലയോട്ടികളെയാണോ ഞാൻ കാണേണ്ടത്? ഈ കുറുക്കന്മാരുടെ ഇടയിലാണോ എന്റെ വാർദ്ധക്യം ഞാൻ ചെലവഴിക്കേണ്ടത്? ഈ മുൾപ്പടർപ്പുകളാണോ എന്റെ കിടക്ക? പിന്നെ ആകപ്പാടെ അല്പം മനോഹാരിത തോന്നുന്ന ഒരു കാര്യം ഈജിയൻ കടലിലെ തിരമാലകൾ മാത്രമാണ്. അത് ഈ കരിമ്പാറക്കൂട്ടങ്ങൾ ഇടിച്ചു കഴിയുമ്പോൾ മുത്തുമണികൾ പോലെ ചിതറിപ്പോകുന്നത് നോക്കിയിരുന്നു പോകും. പിന്നെ ഉണ്ടാകുന്ന ആ ശീതളക്കാറ്റും മറ്റൊന്നും സന്തോഷത്തിന് വകയെ തരുന്നതൊന്നുമില്ല. ഇതാണോ എൻ്റെ അവസ്ഥ? കുറെ കഴിഞ്ഞപ്പോൾ യോഹന്നാന് മനസ്സിലായി, ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഞാനിതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ശരീരത്തിന് വല്ല ഗുണമുണ്ടാകുമോ? എൻ്റെ ആത്മാവിന് വല്ല ഗുണമുണ്ടാകുമോ? എൻ്റെ മനസ്സിന് വല്ല ഗുണമുണ്ടാകുമോ? മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുമോ? ഈ പല്ലിളിക്കുന്ന ഈ തലയോട്ടികളെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നാൽ, ഈ കുറുക്കന്മാരെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നാൽ, അല്ല എൻ്റെ വാർദ്ധക്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നാൽ, അതേ എളുപ്പം തന്റെ ചിന്തയിൽ നിന്ന് മുട്ടുമടക്കി ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി, ആരാധിക്കുവാനായി തുടങ്ങി. ഒരു ദൈവഭക്തൻ ആരാധിക്കുവാൻ ഒരു സമൂഹം കൂടെ വേണമെന്നില്ല. ഒരു അഭിഷക്തൻ ആരാധിക്കുവാൻ ഒരു വലിയ സമൂഹം തന്നോടൊപ്പം വേണമെന്നില്ല. അവൻ ജയിലറയ്ക്കകത്താണെങ്കിലും, അവൻ ബസ്സിനകത്താണെങ്കിലും, അവൻ ട്രെയിനകത്താണെങ്കിലും, ചീത്ത പറയുന്നവരുടെ ഇടയിലാണെങ്കിലും ഒരു ദൈവഭക്തൻ എവിടെയും ആരാധിക്കാം. അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഒരന്ധകാരത്തിന്റെ ശക്തിക്കും അവന്റെ ആരാധനയെ തടയുവാൻ കഴിയുകയില്ല. കാരണം അവൻ വിശുദ്ധനാണ്, കാരണം അവൻ ഭക്തനാണ്, അവന്റെ ബന്ധം കർത്താവുമായിട്ടാണ്. തനാത്മാവിൽ വിവശനായി ഇപ്പോൾ ഈജിയൻ കടൽ കാണുന്നില്ല, തിരമാലകളെ കാണുന്നില്ല, കുറുക്കന്മാരെ കാണുന്നില്ല, കഴുകന്മാരെ കാണുന്നില്ല, പല്ലിളിച്ച് കിടക്കുന്ന ആ തലയോട്ടികളെ കാണുന്നില്ല, ചീത്ത പറയുന്നവരുടെ ശബ്ദം കാണുന്നില്ല. അതിന് പകരമായി അങ്ങകലെ ഒരു തേജോ ഗോളം തന്റെ അടുക്കിലേക്ക് മന്ദമായി വരികയാണ്. താൻ ആ ഗോളത്തിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ ഒരു മുഖരൂപം കാണുകയാണ്. ആ കണ്ണ് അഗ്നിജാല പോലെ, ആ മുഖം സൂര്യന്റെ ആ കിഴക്കുതിക്കുന്ന ആ അരുണോദയ സൂര്യനെ പോലെ. ആ കാല് താൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അത് ഉലയിൽ ചുട്ടുപഴിപ്പിച്ചതാണ്. ഇനി ഒരു റോമാക്കാരന്റെ ആണിക്കും ആ കാലിൽ കയറുവാനായി കഴിയുകയില്ല. ഇനി ഒരു തേളിനും ഒരു കുറുക്കനും ആ കാലിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനായി കഴിയുകയില്ല. ആ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച കാലുമായിട്ട് അത് അടിവെച്ച ഒരു പട്ടാളക്കാരനെ പോലെ തന്റെ ഭക്തന്റെ അടുക്കിലേക്ക് നടന്നു വരികയാണ്. ആ കാലുകളെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ആ കാല് തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഡൊമീഷനെ ഭയമില്ല, എനിക്ക് ഇറ്റാലിയൻ പട്ടാളക്കാരെ ഭയമില്ല, എനിക്ക് യോഹന്നാനെ നിന്റെ അടുക്കൽ വരാൻ വീസ വേണ്ട, എനിക്ക് ഇമിഗ്രേഷന്റെ പെർമിഷൻ വേണ്ട, എനിക്ക് ഒരുത്തന്റെയും അവകാശം വേണ്ട. എന്റെ ഭക്തൻ എവിടെ കരയുമോ, എന്റെ ഭക്തൻ എവിടെ മുട്ടുകുത്തുമോ, എന്റെ ഭക്തൻ എവിടെ വേദനപ്പെടുമോ അവന്റെ അടുക്കലേക്ക് വരുവാൻ എന്റെ കാലുകൾ ഇപ്പോൾ ആണികളാൽ അടിക്കപ്പെട്ടതല്ല. ഞാൻ നിന്റെ അടുക്കലേക്ക് വരികയാണ്. നടന്ന് നടന്ന് കർത്താവ് തന്റെ അടുക്കലേക്ക് വന്നപ്പോൾ താൻ ഒരു രംഗം കാണുകയാണ്. ആ കയ്യിൽ 7 നക്ഷത്രങ്ങൾ തിളങ്ങുകയാണ്. ആ നക്ഷത്രം യോഹന്നാനോട് പറയുകയാണ്, നീ വൃദ്ധനായെന്നില്ലേ, നീ ക്ഷീണിച്ചു പോയെന്നില്ലേ, നിന്റെ ശുശ്രൂഷ അവസാനിച്ചെന്നില്ലേ, നീ നോക്കുക, നീ ഒരു നക്ഷത്രമാണ്. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നീ പത്മോസിലല്ല, എൻ്റെ കരങ്ങളിലാണ്. നീ ആ തലയോട്ടിയെ പോലെ ഒരു തലയോട്ടിയാകാനുള്ളതല്ല. നീ ഇവിടെ മരിച്ചു വീഴുന്നവരെ പോലെ മരിച്ചു വീഴാനുള്ളവരല്ല. നീ എൻ്റെ കരങ്ങളിലാണ്. നീ മുൾപ്പടർപ്പിലല്ല, നീ പത്മോസിലല്ല, നീ എൻ്റെ കരങ്ങളിലാണ്. നീ ഒരു നക്ഷത്രമാണ്. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ എന്നും പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാണ്. പിന്നെ വെളിപ്പാടുകളുടെ ഒരു ഘോഷയാത്രയാണ് യോഹന്നാൻ. കർത്താവിൻ്റെ മഹത്വമായ ദർശനം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ കർത്താവിൻ്റെ രക്തത്താൽ ഉളവായ തൻ്റെ സഭയെക്കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. 2-3 അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം. യേശുവിനെ കണ്ടവർ സഭയെ കാണും. യേശു ഉള്ളവന് സഭയുണ്ട്. സ്തോത്രം. യേശുവിനെ കണ്ടവർ യേശുവിൻ്റെ സഭ കാണും.
യേശു ഉള്ളവന് യേശുവിന്റെ സഭയുണ്ട്. കാരണം രക്ഷിക്കപ്പെടുന്നവനെ അവൻ ദിനം പ്രതി തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. 4-ാം അധ്യായത്തിൽ സ്വർഗീയ കാര്യങ്ങൾ കാണിക്കുകയാണ്. അവിടെ 4 ജീവികൾ, 24 മൂപ്പന്മാർ. ഇന്ന് നാസയും യൂറോ സ്പേസ് സെന്ററും ആസ്ട്രോണമിസ്റ്റും എല്ലാം ഭൂമിക്ക് വെളിയിൽ ജീവനുണ്ടോ, പുല്ലുണ്ടോ, വെള്ളമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരിക്കല് സിലിക്കൺ വാലിയിൽ സാൻ ഹുസൈനില് കാലിഫോർണിയ സ്റ്റേറ്റില് ലോകപ്രശസ്തരായ വാനശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്ന ഒരു നിരീക്ഷണ കേന്ദ്രത്തിൽ എബി എന്ന് പറയുന്നൊരു പ്രിയപ്പെട്ടവനെ കൊണ്ടുപോയി. അപ്പൊ ഇന്ന് വേൾഡിൽ ലഭിക്കാവുന്ന എല്ലാ ടൈപ്പ് ടെലസ്കോപ്പുകൾ, ദൂരദർശിനികൾ അവർക്കുണ്ട്. അപ്പോൾ അവരവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾ. നാസയുടെ തന്നെ 3 പ്രധാനപ്പെട്ട ആന്റേനകൾ ഉണ്ട്. ഒന്ന് ഓസ്ട്രേലിയയിലാണ്, ഒന്ന് ഞാൻ ഈ പറഞ്ഞ മേഖലയുടെ അടുത്ത് വരും. അപ്പോൾ അവർക്ക് ഈ സോളാർ സിസ്റ്റത്തെ കുറിച്ച്, ബിയോണ്ട് സോളാർ സിസ്റ്റം, അവിടുത്തെ ഓരോ ചലനത്തെ കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളവിടെ ചെന്നു. വേൾഡിലെ കലയുള്ള, അറിവുള്ള, ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മെർക്കുറി ഗാലക്സിയെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഗാലക്സി ആയിരിക്കുന്ന മിൽക്കി വേയെ കുറിച്ചൊക്കെ ഇവരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഓരോ ചലനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എവിടെയെങ്കിലും ജീവികളുണ്ടോ, ചൊവ്വയെക്കുറിച്ച് ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ മണിക്കൂറുകൾ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഇവർ പറയുന്നൊന്നും മനസ്സിലായില്ല. അത്രയും വിദ്യാഭ്യാസം നമുക്കില്ലല്ലോ. എങ്കിലും നമ്മൾ അറിഞ്ഞില്ലെന്നൊന്നും ഭാവിച്ചില്ല. അത് നമ്മൾ ചെയ്യുകയില്ല. പക്ഷേ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം കുറെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു നന്ദിയൊക്കെ പറഞ്ഞ് പോകാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇത്രയും ശാസ്ത്രജ്ഞന്മാര് ഇവിടെ ഇങ്ങനെ രാത്രിയും പകലും ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, വല്ലോ കണ്ടോ അവരെന്ന് ചോദിച്ചു. വല്ലോ പുല്ലോ, വല്ലോ വെള്ളമോ, വല്ലോ അനുഗ്രഹ ജീവിയെ വല്ലോ അവർ കണ്ടോ ഇതുവരെയായിട്ട്? ഇവർ പറഞ്ഞു, ഒന്നും കണ്ടില്ല, കാണുമായിരിക്കുമെന്ന്. എന്നാൽ ഇതൊന്നുമില്ലാതിരിക്കുമ്പോൾ 2000 വർഷം മുൻപ് യോഹന്നാൻ ഈ ഭൂമിക്കപ്പുറേ ജീവികളെ കാണുകയാണ്, ദൂതന്മാരെ കാണുകയാണ്, കടല് കാണുകയാണ്, ദൈവത്തെ കാണുകയാണ്, സ്വർഗത്തെ കാണുകയാണ്. ഞാനൊരു സത്യം പറയാം പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏതുന്നതനേക്കാളും ഈ ബൈബിളിന്റെ ചുവട്ടിലിരുന്നാൽ നിനക്ക് കാണാൻ കഴിയും. സ്വതം ചെയ്താട്ടെ, സ്വതം ചെയ്താട്ടെ. അതുകൊണ്ടാണ് വലിയവരെല്ലാം ഈ ബൈബിൾ എടുക്കുന്നതിന്റെ കാര്യമല്ല. ചന്ദ്രനിൽ ജീപ്പ് ഓടിച്ച ജെയിംസ് ഇർവിൻ പ്രസംഗിക്കുന്ന ഞാൻ ഒരിക്കൽ കേട്ടു. ചന്ദ്രനിൽ ജീപ്പ് ഓടിച്ച മനുഷ്യൻ അദ്ദേഹം പറയുകയാണ്, ഇറ്റ്സ് നോട്ട് എ മിറക്കിൾ ദാറ്റ് ഐ കുഡ് റീച്ച് മൂൺ, ബട്ട് ഇറ്റ് ഈസ് എ മിറക്കിൾ ദ ക്രിയേറ്റർ ഓഫ് മൂൺ came down to this blue planet. Oh my God. Hallelujah. ഞാൻ ചന്ദ്രനിൽ പോയതല്ല, ചന്ദ്രന്റെ സൃഷ്ടിതാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. അത്ഭുതം. കരമടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശാസ്ത്രജ്ഞന്മാർക്ക് കാണുവാൻ കഴിയാത്തത്, ലോകത്തിന് കാണുവാൻ കഴിയാത്തത്, ലോകത്തിന് അറിയുവാൻ കഴിയാത്തത് പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതൽ കാണും, മുട്ടുമടക്കുന്നൊരു ദൈവ പൈതൽ കാണും, ആരാധിക്കുന്നൊരു ദൈവ പൈതൽ കാണും. സ്വർഗത്തിലെ ദൈവം അവനെ കാണിക്കും. 2000 വർഷങ്ങൾക്ക് മുൻപ് യോഹന്നാൻ കണ്ടതൊന്നും ഇതുവരെ നാസ കണ്ടിട്ടില്ല. സ്തോത്രം. അദ്ദേഹം കണ്ടതിന്റെ അല്പം എന്തെങ്കിലുമൊക്കെ അവർ കണ്ടിട്ടുള്ളൂ. ഇനി യോഹന്നാൻ കണ്ടത് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ കാണണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 2000 വർഷമെങ്കിലും
അവർ പഠിക്കണം. ബൈബിളിന്റെ മുൻപിൽ അവരെല്ലാം ഇപ്പോൾ നേഴ്സറി സ്റ്റുഡൻ്റ് ആണ്. സ്തോത്രം. അവരുടെ മുൻപിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ നേഴ്സറി സ്റ്റുഡൻറ്റും. പറഞ്ഞ മനസ്സിലായില്ല? നാസായിലെ ശാസ്ത്രജ്ഞന്മാരുടെ മുൻപിൽ ഞാൻ ഉൾപ്പെടെയുള്ളയാൾ ഇവിടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ സയന്റിസ്റ്റ് ആയിരുന്ന നമ്മുടെ ജോസഫ് സാറിനോടൊപ്പമാണ് ഒരിക്കൽ എനിക്ക് നാസ സന്ദർശിക്കാനിടയായത്. അപ്പം അവരുടെ മുൻപിൽ ഞങ്ങൾ നേഴ്സറി സ്റ്റുഡൻറ്റിന് പോലെയാണ്. എന്നാൽ ബൈബിളിന്റെ മുൻപിൽ അവരെല്ലാം നേഴ്സറി സ്റ്റുഡൻ്റായിട്ട് എടുക്കാൻ തന്നെ യോഗ്യതയില്ല. അതിനൊരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞാലേ ചിലപ്പോൾ പരിഗണിക്കാൻ ഒക്കൂ. അത്ര വലിയൊരു പുസ്തകമാണ് ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൽ യോഹന്നാൻ ഇങ്ങനെ കണ്ട് വന്ന് 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ താൻ പറയുകയാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ആരാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. കാരണം രണ്ടാമത്തെ മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. മരണത്തിന്റെ അധികാരി പിശാചാണ്. അറുക്കാനും മുടിക്കാനും മോക്ഷിക്കാനും വരുന്ന പിശാചിന് ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു വിശുദ്ധന്റെ മേൽ അന്നും അധികാരമില്ല, ഇന്നും അധികാരമില്ല, നാളെയും അധികാരമില്ല. എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? നാം പിശാചിനെയല്ല ഭയപ്പെടേണ്ടത്, നാം ഭയപ്പെടേണ്ട ദൈവത്തെയാണ്. കാരണം അവന് നമ്മുടെ മേൽ യാതൊരു അധികാരവുമില്ല. ഈ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനവും രണ്ടാമത്തെ പുനരുത്ഥാനവും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉയർപ്പുകൾ പല നിലകളിലുണ്ട്. എന്നാൽ ബൈബിൾ മൊത്തമായിട്ട് 2 കാറ്റഗറിയിലായിട്ട് ഈ ഉയർപ്പിനെ പെടുത്തിയിരിക്കുകയാണ്. ഒരു ഉയർപ്പല്ല, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ലാസർ ഉയർത്തെഴുന്നേറ്റു, ഇനി വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഹോപദ്രവകാലത്തെ ആൾക്കാർ ഉയർത്തെഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. അന്ത്യന്യായ വിധിക്ക് വേണ്ടി ആൾക്കാർ ഉയർത്തെഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. ഉയർപ്പുകൾ പലതുണ്ട് ബൈബിളെങ്കിലും ഇതിനെ 2 കാറ്റഗറിയിലായിട്ടാണ് ബൈബിൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒന്നാം പുനരുത്ഥാനവും രണ്ടാം പുനരുത്ഥാനവും എന്നും പറയും. ഞാനും നിങ്ങളും മരിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. ആർക്കെങ്കിലും മരിക്കുകയില്ലെന്ന് വല്ലോ വിശ്വാസമുണ്ടോ? കർത്താവ് ഇന്ന് വന്നാലും മരിച്ചിട്ടേ പോകത്തുള്ളൂ. കാരണം ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ ഒക്കെയല്ല. ജഡരക്തങ്ങളുടെ മരണത്തിനാണ് മരണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ മരിച്ചേ ഒക്കൂ, ഒരിക്കൽ മരിക്കും. എനിക്ക് ഈ കൊറോണയും ന്യൂമോണിയയും കൂടെ ഇവർക്ക് രണ്ടുപേർക്കും എന്നോട് ഭയങ്കര ഒരു സ്നേഹം തോന്നി. അപ്പം കൊറോണ പിടിച്ചു കഴിഞ്ഞപ്പോൾ ന്യൂമോണിയ ഓർത്തു, ഞാനെന്തിനാ മാറിയിരിക്കുന്നത്? കുറച്ച് നാൾ പുള്ളിക്കാരുടെ കൂടെ പോയി ദേവദാസന്മാരുടെ കൂടെ ആൾക്കാർ താമസിക്കാൻ ഇഷ്ടം വരുമല്ലോ. അപ്പം ഇവർ രണ്ടുപേരും കൂടെ എന്നെ കയറി പിടിച്ചു. ആരംഭ സമയമാണ്, ഒത്തിരി ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ വാക്സിനൊന്നും വന്നില്ല, നമ്മുടെ ഇന്ത്യയിൽ വന്നില്ല. ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ എനിക്ക് ഇങ്ങനെ കൊറോണ ആണെന്ന് എനിക്ക് മനസ്സിലായ ടെസ്റ്റിലൂടെ മനസ്സിലായപ്പോഴും ആംബുലൻസ് വന്നു എന്നെ കൊണ്ടുപോകാനായിട്ട്. എനിക്ക് തന്നെ ആശുപത്രി പോകാൻ ആഗ്രഹം വന്നു. സൗഖ്യമാകാനല്ല, ഞാൻ മുഖാന്തരം വേറെ ആൾക്ക് ഇത് ഉണ്ടാകാതിരിക്കാനായിട്ട്. അപ്പോൾ അതിനു മുൻപ് ആംബുലൻസ് വരുന്ന മുമ്പ് ഞാനൊരു കത്തുമൊക്കെ എഴുതി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, മക്കൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാനൊരു കത്താണ് എഴുതിയത്.
വിശ്വാസക്കുറവൊന്നുമല്ല, ഞാൻ അങ്ങനെയുള്ള വിശ്വാസമൊന്നും അപ്ലൈ ചെയ്യാറില്ല. ഒത്തിരി നാൾ ഇവിടെ ജീവിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ജീവിക്കുമ്പോൾ ശരിയായി ജീവിക്കുക എന്നുള്ള കാര്യം, എന്നാലും മരിക്കും എന്നുള്ളൊരു സത്യമാണ്. ലാസറെ ഉയർത്തെഴുന്നേറ്റിലും പിന്നെയും പുള്ളി മരിച്ചില്ലേ? ലാസറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ കഷ്ടകാലം ഉയർത്തെഴുന്നേറ്റതിന് ശേഷമായിരുന്നു. പിന്നെ 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 പുള്ളിക്കാരന് വഴിയെ നടക്കാൻ മേലാത്ത ഗതികേടായിപ്പോയി. അന്നേരേ അങ്ങ് പോയിരുന്നെങ്കിൽ സുഖമായിട്ട് അവിടെ വിശ്രമിക്കായിരുന്നു. എന്തുവാട്ടെ, നിങ്ങൾ ആ നിലയിലേക്കൊന്നും പോകണ്ട. എൻ്റെ വിശ്വാസം ഒരു പ്രത്യേക രീതിയാണ്. ഏതായാലും ഞാനിത് എഴുതി വെച്ചു, കാരണം ഏതായാലും മരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതിന് വേണ്ടി ഞാനത് എഴുതി വെച്ചിട്ട് എളുപ്പം ആംബുലൻസിൽ കയറി. അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, ഇതൊരു നല്ലൊരു പഠനമായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ആംബുലൻസിൽ കയറി. എൻ്റെ വൈഫും ഉണ്ട്. ഞങ്ങളെ ഒരു പത്തനാപുരത്ത് കൊണ്ടുപോയി. അപ്പം കുറേ കഴിഞ്ഞപ്പോഴേ ഓക്സിജൻ ലെവൽ പോയി. അപ്പം ന്യൂമോണിയ ആയി, ആരോഗ്യമെല്ലാം പോയി, അസ്ഥികളെല്ലാം തെളിഞ്ഞു. അപ്പം പിന്നെ എളുപ്പം തന്നെ അവിടുന്ന് അവരെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, കോഴഞ്ചേരി. ഓക്സിജൻ തന്നാണ്. അപ്പം ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ ആംബുലൻസ് എല്ലാം ഇങ്ങനെ പോകുമ്പോഴേ ഭയങ്കര ശബ്ദമല്ലേ, അത് ഭയങ്കര ദ്രോഹമല്ലേ ഇതിനകത്ത് കിടക്കുന്നവർക്ക്. രോഗിയല്ലേ, രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഇത്രയും ശബ്ദം പാടുണ്ടോ? പക്ഷെ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള പണിയില്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്കിതൊരു വലിയ ഭാഗ്യം കിട്ടി. അപ്പോൾ ഈ ആംബുലൻസ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി പോവുകയും ഞാൻ കിടക്കുമ്പോൾ എങ്ങനെയാണ് കിടക്കുന്നത്? അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തന്നെ താലൂക്ക് ആശുപത്രി കൊണ്ട്. അപ്പോൾ എന്നെ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളെപ്പോലെ എന്നെ സ്നേഹിക്കാൻ ധാരാളം ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ആൾക്കാർക്കെല്ലാം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, കാരണം ഞാൻ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം എന്നൊന്ന് അനുഭവിക്കാനായിട്ട് ഞാൻ എൻ്റെ അളിയൻ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് എവിടെയും കൊണ്ടുപോകരുത്. അപ്പം ബാത്റൂം വാതിലൊന്നുമില്ല അവിടെ പലതിനും. ചാൻ കിടക്കുന്നവന് ബാത്റൂമിന് വാതിൽ വെച്ചിട്ട് തന്നെ എടുക്കുന്നത്, അതിനെന്നെ കാണാൻ അവിടെ. അപ്പം ഞാൻ അത് ഉപയോഗിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് എന്നെ ഒന്ന് പഠിക്കാൻ. പിന്നെ ഞാൻ പോയപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഈ ബെഡ് ഒരിക്കലും ക്ലീൻ ആക്കണ്ട, അത്ര ബെഡാ. കാരണം രോഗി വന്ന് ക്ലീൻ ആക്കിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ആ ക്ലീനാക്കാൻ സമയമില്ല, ഒരുത്തിനെ പൊക്കിക്കൊണ്ട് പോകുമ്പോൾ അടുത്തിനെ ഇവിടെ കിടത്തുക. അപ്പൊ ഈ മാസ്കും ഒക്കെ, ഓക്സിജൻ മാസ്ക് വേറൊരാളുടെ മൂക്കി വെച്ചതാണ്, നമ്മൾ പടയുമ്പോൾ കൊടുത്തെടുത്ത് നമ്മുടെ മൂക്കിലോട്ട് വെക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു, ഇതൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കുമോ? അപ്പം എനിക്ക് മനസ്സിലായി അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കുന്നുണ്ട്. ഞാൻ മാറിയിട്ടില്ല, ഞാൻ എന്നെ തന്നെ ഒന്ന് പഠിക്കുകയാണ്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഫുഡാണ് ഞങ്ങൾക്ക്. അപ്പം അവന് പേടിയാണ്, കൊറോണക്കാരല്ലേ മുഴുവൻ, പുള്ളി വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം അത് മേടിച്ച് കഴിക്കാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. ഞാൻ എന്നെ പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഈ നരകത്തിൽ പോകാനുള്ള രോഗം എങ്ങനെയുണ്ടെന്ന് ഞാൻ അളന്നുകൊണ്ടിരിക്കുക. അത് നോർമലാണെന്ന് ഞാൻ ഈ കാര്യത്തിലൂടെ, എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിലൂടെ ഞാൻ അളന്നുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് മനസ്സിലായി അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, സംഗതിയൊക്കെ അഡ്ജസ്റ്റ് ആയി പോകുന്നുണ്ട്. ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചില്ല, അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല. ഓർമ്മ വന്നപ്പോഴൊക്കെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചില്ല, കാരണം മരിച്ചാൽ ഞാൻ എവിടെ പോകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകുമ്പോഴാണ്. ഞാൻ ഒരിക്കല് ഇന്ത്യയിലെ പ്രശസ്തനായ ഒരു ന്യൂറോളജിസ്റ്റ്, അദ്ദേഹം ലുധിയാനയിലെ ക്രിസ്ത്യൻ കോളേജിൻ്റെ ഡയറക്ടറായിരുന്നു, വെല്ലൂർ CMCയിലെ പ്രൊഫസറായിരുന്നു, K. നമ്പൂതിരിപ്പാട്. അദ്ദേഹം തിരുവല്ല മെഡിക്കൽ മിഷൻ്റെ ഡയറക്ടറായിട്ട് വന്നപ്പോൾ തനിക്ക് അപൂർവമായൊരു രോഗമുണ്ടായി. ഒരു പോസ്ട്രേറ്റ് ക്യാൻസറാണ്, എ കൈൻഡ് ഓഫ് ക്യാൻസർ. അത്
സാധാരണ ഉണ്ടാകുന്നതല്ല, വളരെ അപൂർണമായി ഉണ്ടാകുന്നതും ഭയങ്കര സിവിയർ പെയിൻ ആയിരിക്കും. അത് ഒരു 8 മാസം കൊണ്ട് ആൾ മരിച്ചിരിക്കും, ദൈവം അത്ഭുതം പ്രവർത്തിച്ചില്ലെങ്കിൽ. മെഡിക്കൽ സയൻസിൽ അതിൽ ആ മേഖലയുമായിട്ട് വലിയ ഹോപ്പൊന്നുമില്ല അവിടെ. അപ്പം ഇദ്ദേഹത്തിന് ഈ രോഗമുണ്ടായി. ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. EMS നമ്പൂതിരിപ്പാടിൻ്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് കർത്താവിനെ കണ്ടെത്തിയ KN നമ്പൂതിരിപ്പാട്. അദ്ദേഹം തൻ്റെ പാലക്കാടൻ ഭാഷയിൽ എന്നോട് പറഞ്ഞു, ഞാൻ 8 മാസം കഴിഞ്ഞ് പോവുകയാണ്, 8 മാസം കഴിഞ്ഞ് മരിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ സ്തംഭിച്ചു പോയി. ഞാനിങ്ങനെ നിശബ്ദനായി നിൽക്കുകയാണ് അദ്ദേഹത്തിന് മുമ്പിൽ. ഞാൻ അദ്ദേഹത്തോട് അവസാനമായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ, മേ ഐ പ്രേ ഫോർ യു? ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ? ഉടനെ ആ ഡോക്ടറിനോട് ചോദിക്കുകയാണ്, ഫോർ വാട്ട്? ഞാൻ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനിലായി. എനിക്ക് ആകെപ്പാടെ ഒരു സംശയമായി. ഇദ്ദേഹത്തിന് ഈ രോഗം വന്നപ്പോൾ ക്രിസ്തു വിശ്വാസം ഇയാൾ വിട്ടോ? രോഗശാന്തി വിശ്വാസം ഇയാൾ നഷ്ടപ്പെടുത്തിയോ? കൃപയിൽ നിന്ന് ഇയാൾ മാറിപ്പോയോ? അതാണ് എനിക്കുണ്ടായ ചിന്ത. അപ്പം ഞാൻ കുഴയുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം ഞാൻ കുറേ വർഷം ചില ബൈബിൾ കോളേജുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ വർഷങ്ങൾ 48 വർഷം പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ നമ്പൂതിരിപ്പാടിന് മനസ്സിലായി ഉപദേശിക്ക് അറിയേണ്ടതൊന്നും അറിയത്തില്ലെന്ന്, കുഴഞ്ഞെന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്നെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, 8 മാസം കഴിഞ്ഞ് ഞാൻ യേശുവപ്പച്ചൻ്റെ അടുക്കൽ പോകുമെന്നാണ് പറഞ്ഞത്. പാസ്റ്റർ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പോകണ്ടെന്നോ? ഞാൻ പോകണ്ടെന്നോ? നിത്യതയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ജീവിക്കുന്നെങ്കിൽ അത് കർത്താവിന് വേണ്ടി മാത്രം, സ്വത്രം, അല്ലെങ്കിൽ വിട്ടുപിരിയാനാണ് മോഹം. ജീവിക്കുന്നെങ്കിൽ അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടി മാത്രം, അല്ല വേറെ പർപ്പസ് ഒന്നുമില്ല. വിട്ടുപിരിഞ്ഞാൽ കർത്താവിനോടുകൂടി പാർക്കാനാണ് മോഹം. എട്ട് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിക്കുകയും ചെയ്തു. തിരുവല്ല മെഡിക്കൽ മിഷനിൽ നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ പേരിലൊരു വാർഡും ഒക്കെ, KN നമ്പൂതിരിപ്പാട് ഒരു വാർഡും ഒക്കെ ഉണ്ടാക്കി അവരിട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. പുനരുത്ഥാനത്തെക്കുറിച്ചൊരു അറിവ്, നിത്യതയെക്കുറിച്ചൊരു അറിവ് ഈ കാലങ്ങളിൽ എനിക്കും നിങ്ങൾക്കും ആഴമായിട്ടുണ്ടാകണം. കാരണം നമ്മൾ മരിക്കുമ്പോൾ നമുക്കൊന്നും കൊണ്ടുപോകാൻ ഒക്കെയല്ല. നമുക്കൊരു ശരീരമുള്ളത് കൊണ്ട്, നമുക്കൊരു മനസ്സുള്ളത് കൊണ്ട്, അത് മരിക്കുന്നത് വരെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്, വസ്ത്രം ആവശ്യമാണ്, വീട് ആവശ്യമാണ്, സഞ്ചരിക്കാൻ കാർ ആവശ്യമാണ്, വിദ്യാഭ്യാസം ആവശ്യമാണ്. ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം നൽകും. പക്ഷേ മരണത്തോടുകൂടി ഇതെല്ലാം നമ്മൾ വിട്ടേച്ചു പോകണം. നമ്മൾ പ്രാർത്ഥിച്ചു നേടിയ വീടും, നമ്മൾ പ്രാർത്ഥിച്ചു നേടിയ കാറും, നമ്മൾ പ്രാർത്ഥിച്ചു നേടിയ വിദ്യാഭ്യാസവും, നമ്മൾ പ്രാർത്ഥിച്ചു നേടിയതെല്ലാം ഇവിടെ വിട്ടിട്ട് പോകണം. സ്തോത്രം. ഇവിടെ നിന്ന് നിത്യതയിൽ കൊണ്ടുപോകുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കാണുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. അപ്പൊ ശരീരത്തിന് വേണ്ടി, ജീവന് വേണ്ടി, ആത്മാവിന് വേണ്ടി ഉള്ളതെല്ലാം ദൈവം നൽകുമെന്നുള്ള സത്യമാണ്. എന്നാൽ ഏറ്റവും വലുത് ആത്മാവിന് വേണ്ടി നേടുന്നതാണ്, ഏറ്റവും വലുത് നിത്യതയ്ക്ക് വേണ്ടി നേടുന്നതാണ്, ഏറ്റവും വലിയ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടായിരിക്കണം. സ്തോത്രം. പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. 1987 ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ പോകുന്നു.
അപ്പോൾ ആ 87 ഒരു ദൂത് കേട്ടിട്ടാണ് ഞാൻ മദ്രാസ് കോൺസുലേറ്റിൽ പോകുന്നത്. അന്ന് ഇന്നത്തെ പോലെയൊന്നുമല്ല. നേരത്തെ നമ്മളിങ്ങനെ ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവിടെ നമ്മൾ ആ ജെമിനി സർക്കിളിൻ്റെ അവിടെ ചെല്ലുന്നു, അവിടെ നമ്മളിങ്ങനെ ക്യൂ നിൽക്കുന്നു, 10 100 പേര് അവരെ ഗേറ്റിനകത്തോട്ട് കയറ്റുന്നു, പിന്നെ നമ്മളെല്ലാം പരിശോധിച്ചിട്ട് അകത്ത് കയറ്റുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കാലമാണ് 87. അപ്പം ഞാനവിടെ ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാനൊരു സ്ഥലം നോക്കി. ഒരുവിധം ക്ലീനായിട്ടുള്ള ഒരു സ്ഥലം, അവരുടെ റെസ്റ്റ് റൂമായിരുന്നു, ആരുമില്ല. ഞാനവിടെ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ യാത്ര നിന്റെ ഇഷ്ടമല്ലെങ്കിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ സായിപ്പ് വീസ തരാതിരിക്കാൻ അയാൾക്ക് കൃപ കൊടുക്കണമേ. ഈ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. പ്രാർത്ഥനയുടെ വേറൊരു ചിന്ത ഞാൻ പറയുകയാണ്. കാരണം എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം മതി. എന്നാൽ മറ്റൊരു സന്ദർഭത്തിൽ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഓസ്ട്രേലിയയിൽ അയക്കും, അവിടെ നീ 45 ദിവസം എൻ്റെ ശുശ്രൂഷ ചെയ്തിട്ട് മടങ്ങി വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോൺസുലേറ്റിൽ, ഓസ്ട്രേലിയൻ കോൺസുലേറ്റിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. എന്നെ കണ്ട മുതൽ ആ സഹോദരിക്ക് അങ്ങ് അരിശം വരിക. ആർക്കാ? ഇൻ്റർവ്യൂ ചെയ്യേണ്ട ആ കോൺസുലർക്ക് എന്നെ കണ്ടപ്പം മുതലേ അരിശമാണ്. ഒരുപക്ഷെ അവർ വീട്ടിൽ വല്ല വഴക്കുണ്ടാക്കിയിട്ട് വന്നിരിക്കുന്ന സമയമായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ഈ ഫയലെല്ലാം അവരിങ്ങനെ പറഞ്ഞു പോകത്തക്ക നിലയിലാണ് ഇങ്ങനെയാണ് നോക്കുന്നത്. ഓരോന്ന് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടെത്താനാണ് അവർ നോക്കുന്നത്. എനിക്ക് എൻ്റെ വിസ റിഫ്യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊരു കാര്യം മനസ്സിലായി, എൻ്റെ പ്രൊഫഷൻ പാസ്റ്റർ. ഓ, യു ആർ പാസ്റ്റർ? യെസ്, ഐ എം പാസ്റ്റർ. അപ്പോൾ അതിനകത്ത് ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ എൻ്റെ ചിന്ത, ഞാൻ പാസ്റ്ററാ, പിന്നെ എന്തിനാ ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ്? പക്ഷെ മദാമയ്ക്കല്ലല്ലോ, അതല്ലല്ലോ വേണ്ട. എന്നിട്ട് ഞാൻ പറഞ്ഞു, സോറി, ഐ ഡോണ്ട് ഹാവ് ഇറ്റ്. അപ്പോൾ ഇവരെന്നോട് പറയുകയാണ്, whether you are the Prime Minister of India or not, that's not a matter to us. We need evidence. ഞങ്ങൾക്ക് തെളിവാണ് വേണ്ട, നീ ഒരു പാസ്റ്ററാണ്. അപ്പോൾ എൻ്റെ പഴയ സ്വഭാവം ഇങ്ങനെ കയറി വരിക. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വീസ തന്നാൽ മതി, ഇങ്ങനെ എടുക്കാൻ പറയാൻ, എൻ്റെ ഫയൽ പറയാൻ ഒരുങ്ങാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവിനോട് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, ഇത് പിശാചിൻ്റെ കളിയാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ അന്ധകാരത്തെ ശാസിച്ചു. Then and there her face was changed. ഹല്ലേലൂയ. പിന്നെ ഭയങ്കര റെസ്പെക്റ്റോടും ഭയങ്കര ബഹുമാനത്തോടുമാണ് എന്നോട് പറഞ്ഞതും വീസ ഇഷ്യൂ ചെയ്തിരിക്കുന്നു പറയുന്നതും ഹാപ്പി ജേർണിയൊക്കെ അവർ പറയുന്നത്. അപ്പോൾ പിശാചിനോട് അങ്ങനെയൊന്നും പറയരുത്, അവനെ ശാസിക്കണം. സ്തോത്രം. നിന്റെ നന്മകളെ, നിന്റെ അനുഗ്രഹങ്ങളെ, നിന്റെ ഉയർച്ചയെ തടയുന്ന അന്ധകാരത്തെ കണ്ട് നീ മാറിപ്പോകരുത്. ഗോലിയാത്തിന്റെ മുൻപിൽ നീ ഓടി മാറരുത്. അവിടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തണം, അന്ധകാരത്തെ ശാസിക്കണം. പക്ഷെ കർത്താവിന്റെ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം നടക്കണം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളതെല്ലാം സ്വർഗത്തിലെ ദൈവം നൽകും. പക്ഷെ അതായിരിക്കരുത് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയല്ല നാം യേശുവിനെ സ്വീകരിച്ചത്. നാം യേശുവിനെ സ്വീകരിച്ചത് വേണമെങ്കിൽ നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്താനും തയ്യാറായിക്കൊണ്ടാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന് വേണ്ടി ജോലിയും, യേശുവിന് വേണ്ടി ധനവും, യേശുവിന് വേണ്ടി ആരോഗ്യവും, യേശുവിന് വേണ്ടി എന്തും നഷ്ടപ്പെടുത്തുവാൻ തയ്യാറാകുന്നതിനാണ് ദൈവം ആഗ്രഹിക്കുന്ന ആത്മീകത എന്ന് പറയുന്നത്. ആ ഒരു ആഴമേറിയ ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മൾ പിൻ ചെയ്തിരുന്നു. അവിടെയാണ് പുനരുത്ഥാനത്തെക്കുറിച്ച് ഉള്ള ചിന്തകൾ നമുക്ക് വരുന്നത്. ഞാൻ എവിടെ പോകും? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപെട്ട്
വിശുദ്ധിയോട് ജീവിക്കുന്ന ഒരു വ്യക്തി മരിച്ചാൽ ഉടൻ എവിടെ മരിക്കുമോ അവിടുന്ന് പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്വർഗീയ പരദീസ. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ഒന്നുകൂടെ ഉറച്ച്. അപ്പോൾ നമ്മൾ മരിച്ചാൽ ഉടൻ പോകുന്ന സ്ഥലമാണ് സ്വർഗീയ പരദീസ. അവിടെ ചെല്ലാതിരിക്കാൻ, പിശാച് തടയാതിരിക്കാൻ ഒരെണ്ണയും ശരീരത്തിലിടണ്ട. കാരണം ശരീരം പോവുകയല്ല. ആകൽക്കർത പിടിക്കാതിരിക്കാൻ ശരീരത്തിൽ തൈലം പൂശുന്നതുകൊണ്ട് അർത്ഥമില്ല. കാരണം ഇത് പോകുന്ന സാധനമല്ല. ഏത് പോകുന്ന സാധനമല്ല? ശരീരം പോകുന്ന സാധനമല്ല. അത് മണ്ണിലേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ആരൊഴിച്ചാലും ആ ശരീരത്തിന് ഒരു സുഖം തോന്നുകയല്ല. കാരണം അത് ചത്ത് കിടക്കുകയാണല്ലോ. എന്നാൽ ഇന്ന് രക്ഷിക്കപ്പെട്ടാൽ, സ്നാനപ്പെട്ടാൽ, അഭിഷേകം പ്രാപിച്ചാൽ, വേർപെട്ട് വിശുദ്ധിയോട് ജീവിച്ചാൽ ആരും പ്രാർത്ഥിക്കണ്ട, ആരും സഹായിക്കണ്ട, ഒരന്ധകാരവും തടയുകയില്ല. നിന്റെ ആത്മാവ് സ്വർഗീയ പരദീസയിൽ ചെല്ലും. സ്തോത്രം, സ്തോത്രം. അവിടെ വിശ്രമമാണ് എന്ന് പറഞ്ഞാൽ ഉറക്കമൊന്നുമല്ല. കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയും, ചിന്തിക്കാൻ കഴിയും, സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ കഴിയും. ഇപ്പോൾ മരിക്കുകയാണെങ്കിൽ നമുക്ക് പൗലോസിനെയും പത്രോസിനെയും യോഹന്നാനെയും വിശുദ്ധന്മാരെ എല്ലാം നമുക്ക് കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ കഴിയും. ആത്മാവിന് അത് കഴിവുണ്ട്. എന്നാൽ അത് പുനരുത്ഥാനമല്ല. ഒന്നാം പുനരുത്ഥാനം നടക്കുന്നത് 1 തെസ്സലോനിക്കർ 4:16 മുതൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ കർത്താവ് ക്രൂസിൽ മരിച്ചു. നമ്മുടെ കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ കർത്താവ് ഒരു മരണ വീട്ടിൽ, യായോറസിന്റെ വീട്ടിൽ ചെന്ന് ഒരു പെൺകുട്ടിയെ ഉയർപ്പിച്ചു. നമ്മുടെ കർത്താവ് ശവമടക്കാൻ കൊണ്ടുപോയ ഒരു വിധവയുടെ മകനെ ആ നൈൽ പട്ടണത്തിൽ ചെന്ന് ആ വഴിയിൽ വെച്ച് ഉയർപ്പിച്ചു. നമ്മുടെ കർത്താവ് ഒരു സെമിത്തേരിയിൽ ചെന്ന്, ബഥാനിയിൽ ചെന്ന് മരിച്ച് 4 ദിവസം കഴിഞ്ഞ ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ശക്തനാണെന്ന് തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് കടന്നുപോയത്. ഇവിടെ കൊല്ലാൻ ആൾക്കാരുണ്ട്, കൊല്ലിക്കാൻ ആൾക്കാരുണ്ട്. എന്നാൽ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ഒരാളുണ്ടെങ്കിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഞാൻ ആരാധിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന നസ്രയനായ യേശു മാത്രമേ ഉള്ളൂ. അവൻ കൊല്ലുന്നവനല്ല, അവൻ ആരുടെയും രക്തം കുടിക്കുന്നവനല്ല, അവന്റെ കയ്യിൽ ആയുധമില്ല, അവന്റെ കയ്യിൽ വാളില്ല. അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവാണ്. സ്തോത്രം. അങ്ങനെ ഉയർക്കുമ്പോൾ നമുക്കൊരു പുത്തൻ ശരീരം കിട്ടും. ഇനി അടുത്ത ഞങ്ങൾ ദൈവദാസന്മാരൊക്കെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുമ്പോൾ കല്ലറയിൽ അടക്കം ചെയ്തിട്ട് അവര് കല്ലറയിൽ നിന്ന് നമ്മൾ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25 മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ അതിന്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവരെല്ലാം നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കല്ലറയിലുള്ളവരെല്ലാം ഉയർക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ ഒരു ചിന്തയുണ്ട്, ഈ മരിച്ച ശരീരം ഉയർക്കുമെന്നാണ്. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. ഈ കല്ലറയിൽ കല്ലറ എന്ന ആ വാക്കിന് തന്നെ വേറെ അർത്ഥമുണ്ട്.
ഒരു വിശുദ്ധൻ മരിച്ചെവിടെ അടക്കപ്പെട്ടു അതാണ് കല്ലറ. സിംഹമാണെങ്കിൽ അതാണ് കല്ലറ. അഗ്നി ദഹിപ്പിച്ചതാണെങ്കിൽ അഗ്നിയാണ് കല്ലറ. വെള്ളത്തിൽ മുക്കിയാണ് കൊന്നതെങ്കിൽ ആ വെള്ളമാണ് കല്ലറ. അല്ല, ഇവിടെ ഉണ്ടാക്കിയ ഒരു കല്ലറയാണെങ്കിൽ അത് എന്നേ ഉള്ളൂ അതിനർത്ഥം. ആ മരിച്ച വ്യക്തിയുടെ ഒരു പാർട്ടും ഉയർക്കുകയല്ല ആത്മാവൊഴികെ. കാരണം ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കിയില്ലെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ ശരീരം ഉയർത്തെഴുന്നേറ്റാൽ എന്തൊരു ഭയങ്കരമായിരിക്കും. പ്രായമുള്ള ഒരാള്, നടക്കാൻ മേലാത്ത ആള് ഉയർത്തെഴുന്നേൽപ്പിച്ച് 1 കോടി വർഷം ഇയാളെ സ്വർഗത്തിൽ കൊണ്ടിരുത്തിയാൽ എന്തൊരു കഷ്ടമായിരിക്കും. കുനിഞ്ഞൊരാള് പുള്ളി സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഒരു പാർട്ടും ആത്മാവൊഴികെ ഉയർക്കുകയല്ല. അത് മണ്ണിനുള്ളതാണ്. ഈ കിഡ്നി, ഹാർട്ട്, ലിവർ, ലങ്സ് ഒന്നും അതൊക്കെ മരിക്കുന്നതിന് മുമ്പ് പലർക്കും കൊടുത്താൽ നല്ലതാണ്. അത് അവർക്ക് പ്രയോജനം ഉണ്ടാകും. അത് ഉയർക്കുന്ന സാധനമല്ല. ഇതിൻ്റെ ഒരു പാർട്ടും ഉയർക്കുകയില്ല. അതുകൊണ്ട് അത് കൊടുക്കുന്നത് നല്ലതാണ്. ആർക്കെങ്കിലും ഇരിക്കട്ടെ, ആരെങ്കിലും കാണട്ടെ, ആർക്കെങ്കിലും അത് ചലിച്ചോട്ടെ, അത് കുഴപ്പമില്ല. അത് അവർക്കിരുന്നോട്ടെ. അത് ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ലൊരു കാര്യമാണ് അത്, അവയവദാനം. കാരണം മരിച്ച ഒരു വ്യക്തിയുടെ ഒരു അവയവവും ഉയർക്കുന്നില്ല. അത് മണ്ണിൽ ലയിച്ചു പോകേണ്ടതാണ്. അത് കുറെ കൂടെ നിൽക്കാൻ കഴിയുന്നെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അതുകൊണ്ട് ഈ മണ്ണിൽ ലയിച്ചു പോകുന്ന ഈ ശരീരത്തിന് വേണ്ടി ഒത്തിരി സമയം കളയരുത്. സ്വതം ചെയ്താട്ടെ, സ്വതം ചെയ്താട്ടെ, സ്വതം ചെയ്താട്ടെ. അതിന് പകരമായി ദൈവം നമുക്കൊരു ശരീരം നൽകും. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മൂഢ, നീ വിതയ്ക്കുന്നതല്ല കിളിർത്തു വരുന്നതും കൊയ്യുന്നതും. കൊരിന്ത്യർ 15, 1 കൊരിന്ത്യർ 15. നീ വിതയ്ക്കുന്നു ഏതെങ്കിലും ഒരു വിത്ത്, ദൈവമോ അതിന് അതാതിൻ്റെതായ ഒരു ശരീരം കൊടുക്കുന്നു. ഒരു ഗോതമ്പ് മണി വിതയ്ക്കുന്നു, ആ വിത്ത് ചത്തുപോകുകയാണ്, അത് മണ്ണിൽ ലയിച്ചു പോകുകയാണ്. അതിന് പകരമായി ഒരു ഗോതമ്പ് ചെടി അവിടെ ഉണ്ടാകുകയാണ്. അത്ഭുതകരമല്ലേ? നമ്മൾ ഈ പ്രകൃതിയിൽ കാണുന്ന കാര്യമാണ്. ഇതുപോലെ നമ്മൾ ഉയർക്കുമ്പോൾ ദൈവം ഒരു പുതിയ ശരീരം നൽകുക, ഒരു പുത്തൻ ശരീരം. ആ ശരീരത്തിൽ നരജരയില്ല. സ്തോത്രം. ആ ശരീരത്തിൽ വാർദ്ധക്യമില്ല. സ്തോത്രം. ആ ശരീരം ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉള്ളതുപോലെ ആയിരിക്കും. സ്തോത്രം, സ്തോത്രം. പക്ഷെ മാംസരക്തമായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിന്റെ ഫങ്ഷൻ നമ്മുടെ ഹാർട്ട് ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നത് പോലെയോ നമ്മുടെ ബ്രെയിൻ ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്ന പോലെയല്ല. അതിവിടേക്ക് മാത്രമുള്ളതാണ്. ആ പുനരുത്ഥാന ശരീരത്തിന്റെ ഫങ്ഷൻ വേറെയാണ്. അതിൻ്റെ കണ്ണ് വേറെയാണ്. പക്ഷേ ആ കണ്ണിന് വലിയ കാഴ്ചയാണ്, വലിയ കേൾവിയാണ്, വലിയ ഓർമ്മയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ കഴിയുമോ? കഴിയും. അതിനെക്കുറിച്ച് നിങ്ങൾ ഈ 12 വാക്യ നോട്ട് എഴുതുന്നവർക്ക് വേണ്ടി നിങ്ങൾക്ക് എഴുതാം. നമ്മൾ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് മറുരൂപപ്പെടുകയാണ്. അവിടെ പത്രോസും യോഹന്നാനും ഒക്കെ ഉണ്ട്. അവിടെ മോശയും ഏലിയാവും യേശുവിൻ്റെ അടുക്കൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക വിഷയം ചർച്ച ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ചർച്ചാ വിഷയം മരണത്തെക്കുറിച്ചുള്ള കാര്യം പറയാനാണ്. മരണത്തെക്കുറിച്ച് നമ്മൾ ഭയങ്കര ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ യേശു ചെയ്യുമായിരുന്നു. ഈ ഏലിയാവും മോശയുമൊക്കെ കർത്താവിൻ്റെ മരണകാര്യത്തെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ വന്നിരിക്കുകയാണ്. മരണത്തിൽ നിന്ന് വിടുവിക്കാനല്ല, അപ്പോൾ നടക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ വന്നിരിക്കുകയാണ് അവിടെ. ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്യേണ്ടതാണ്. നിങ്ങൾ ആരെങ്കിലും
നിങ്ങളുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉള്ളവരുന്ന കരമുയർത്തിക്ക്. ഒരാളുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതിന് കാരണം പലതാണ്. ഈ പല ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ കാണാറുണ്ട്. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവദാസനോ ദൈവദാസിയോ മരിച്ചു കഴിയുമ്പോൾ ദൈവദാസന്മാർ വന്ന നിത്യതയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ പ്രസംഗിച്ച് കഴിയുമ്പോഴായിരിക്കും ഒരു രാഷ്ട്രീയ നേതാവോ ചുമതലക്കാരോ ഓടി വരുന്നത്. അപ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പരേതന് നിത്യശാന്തി നൽകാമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ആള് സ്വർഗത്തിൽ പോയ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇദ്ദേഹം പറയുകയാണ്, പുള്ളി പോകാനായിട്ട് വേണ്ടി ഞാൻ എന്ത് ചെയ്തോളാം. ഈ പറഞ്ഞയാളിനൊരു ശാന്തി ഇല്ലാത്ത ആളാണ്. ഇതൊക്കെ കണ്ടതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ഇപ്പോഴേ നമുക്ക് അന്നേരം എഴുന്നേറ്റ് പറയാൻ പറ്റിയല്ലോ അങ്ങനെ പറയരുതെന്ന്. കാരണം കിടക്കുകയല്ലേ കേട്ട്. രണ്ടാമത്, ഞങ്ങൾ ഉപദേശിമാരുടെ ഗ്രൂപ്പ് വർഗത്തിന് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സമയം അറിയത്തില്ല. ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഈ ശവം വെച്ച് 2 മണിയായാലും ഇങ്ങനെ പ്രസംഗം നിർത്തിയില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എഴുന്നേറ്റ് പറയാനൊക്കുവോ? നിർത്തിനിയലും നമ്മൾ കിടക്കുകയല്ലേ പഞ്ഞിയൊക്കെ വെച്ച്. അതുകൊണ്ട് ആ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കും. വരുന്നവർക്കൊക്കെ ശലം വെള്ളം കൊടുത്തു വിടാനായിട്ട്, ജീവനോടിരിക്കുന്നവർക്ക് ഒരു കൃപ കൊടുക്കാനും, കാലാവസ്ഥയൊക്കെ അനുകൂലമാകാനും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. മഴയാണെങ്കിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ. നമ്മുടെ ശവടക്കിന് വന്ന ആൾക്കാർ നനഞ്ഞിട്ട് പോയാലോ? അതുപോലെ ഇനി കൊറോണ പോലൊന്നും വരാതിരിക്കാൻ ദേവദാസന്മാർക്കൊക്കെ വരണ്ടേ, വന്ന് വല്ല വാക്ക് പറയണ്ടേ. ഇത് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ കാഴ്ചപ്പാട് ആഴമേറിയ ചില ചിന്തകൾ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് വിതയ്ക്കുകയാണ്. ഇവിടെ ഏലിയാവും മോശയും യേശുവിന്റെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നിരിക്കുക. അപ്പോഴാണ് ഈ രൂപാന്തരമൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ പത്രോച്ചന് ഉറക്കത്തിൽ നിന്നല്ല എഴുന്നേറ്റ് വന്നപ്പോഴേ അവിടെ എങ്ങനെ പുള്ളി ഉറങ്ങിയെന്നാ. കാരണം ഞാൻ ആ മലയുടെ മുകളിൽ പോയിട്ടുണ്ട്, ഭയങ്കര കാറ്റായി ഇപ്പോഴും അവിടെ. അപ്പം പുള്ളി ഇങ്ങനെ കണ്ണെല്ലാം തുറന്നു നോക്കിയപ്പോഴേ മോശയും കണ്ടു, ഏലിയാവിനെയും കണ്ടു. ഉടനെ പത്രോസ് പറയുകയാണ്, കർത്താവേ, ഇവിടെ ഇരിക്കുന്ന നല്ലത്, നമുക്ക് 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്ക്, മറ്റൊന്ന് മോശയ്ക്ക്, വേറൊന്ന് ഏലിയാവിന്. പുള്ളിയുടെ കാര്യം മറന്നുപോയി. അത് നല്ലൊരു കാഴ്ചപ്പാടാണ്. പത്രോസ് തന്നെ മറന്നു. ഞാൻ ഈ മഞ്ഞടിച്ചൊക്കെ ഇരുന്നോളാം, പക്ഷെ എൻ്റെ കർത്താവ് ഇവിടെ ഈ മഞ്ഞടിച്ച് കാറ്റടിച്ചിരിക്കാൻ പാടില്ല. 3 കുടിൽ ഇവിടെ നമുക്ക് ഇരിക്കാം. മോശയും വിടണ്ട, ഏലിയാവിനെയും വിടണ്ട. ഈ മോശ ഈ സംഭവത്തിന് 1500 വർഷം മുൻപ് മരിച്ചയാളാ. ഏലിയാവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആളാണ്. പത്രോസ് അവരെ കുറിച്ച് കേട്ടിട്ടുള്ളതല്ലാതെ കണ്ടിട്ടില്ല. ഇവിടെ രൂപാന്തരവും നടന്നിട്ടില്ല. എന്നിട്ടും ഒരു ചെറിയ രൂപാന്തരം ഉണ്ടായപ്പോൾ ഇവരെല്ലാം തിരിച്ചറിഞ്ഞു. അവരുടെ പേരിൽ തിരിച്ചറിഞ്ഞു, അവരുടെ രൂപത്തിൽ തിരിച്ചറിഞ്ഞെങ്കിൽ പുനരുത്ഥാന ശരീരത്തിൽ എല്ലാവരെയും തിരിച്ചറിയാൻ കഴിയും. ഭാര്യയെ കണ്ടാൽ, ഭർത്താവിനെ കണ്ടാൽ, അപ്പനെ കണ്ടാൽ, അമ്മയെ കണ്ടാൽ, മക്കളെ കണ്ടാൽ, പാസ്റ്ററെ കണ്ടാൽ, എന്നെ കണ്ടാൽ, നിങ്ങളെ കണ്ടാൽ ഇന്നെങ്ങനെ തിരിച്ചറിയാമോ അതിനേക്കാൾ ഭംഗിയായിട്ട് തിരിച്ചറിയുന്ന ഒരു രൂപമായിരിക്കും ദൈവം നമുക്ക് നൽകുന്നത്. ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും ശരിയായ രൂപം ആരും കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ഒത്തിരി പ്രാവശ്യം നിങ്ങളുടെ കണ്ണാടി നോക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഞാനൊരു കാര്യം കൂടെ, നിങ്ങൾ ഇതുവരെ അറിയാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങളുടെ ശരിയായ രൂപം നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ ആത്മാവിൻ്റെ കാര്യമല്ല പറയുന്നത്, ശരീരത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ശരിയായ രൂപം നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. കണ്ടതൊന്നും ശരിയായ രൂപവുമല്ല. അതിനൊരു തെളിവ്, നിങ്ങൾ 6 മാസം പ്രായമായിരുന്നപ്പോൾ ഉണ്ടായ രൂപമാണോ ഇപ്പോഴേ? 2 വയസ്സ് പ്രായമായിരുന്നപ്പോൾ ഉണ്ടായ രൂപമാണോ ഇപ്പോഴേ? 20 വയസ്സ് പ്രായമുള്ളപ്പോൾ ഉണ്ടായ രൂപമാണോ ഇപ്പോഴേ? 50 വയസ്സ് പ്രായമുള്ളപ്പോൾ ഉണ്ടായ രൂപമാണോ ഇപ്പോൾ? ഇതിലേത് രൂപമാണ് നിങ്ങളുടെ യഥാർത്ഥ രൂപം? അപ്പൊ നിങ്ങളുടെ യഥാർത്ഥ രൂപം ഇതുവരെയും കണ്ടിട്ടില്ല.
കാരണം ഈ ശരീരത്തിന് മാറ്റം വരികയാണ്. രണ്ട് കാര്യത്താൽ നമുക്ക് പ്രശ്നമുണ്ടായി. ഒന്ന്, നമ്മുടെ വല്യപ്പച്ചൻ ഒരു കുരുത്തക്കേട് കാണിച്ചുകൊണ്ട് പിശാചൊന്ന് കൈകാര്യം ചെയ്തതിൻ്റെ ഒരു ക്ഷീണം ഈ ശരീരത്തിലുണ്ട്. അങ്ങനെയാണ് ഈ മരണമൊക്കെ വന്നത്. രണ്ടാമത്, പിന്നെ ഈ കാലാവസ്ഥയുടെ പ്രശ്നവും ഭക്ഷണത്തോടുള്ള ബന്ധത്തിൽ കൂടുതൽ കഴിച്ചത് കൊണ്ടുള്ള വീർപ്പും കുറച്ച് കഴിച്ചതിനുള്ള ക്ഷീണവും എല്ലാം കൊണ്ട് നമ്മുടെ ഷേപ്പ് നമ്മളാകപ്പാടെ ഒരു സൈസ് വേറെ പരുവത്തിലാക്കിയിരിക്കുക. നമ്മുടെ യഥാർത്ഥ ഷേപ്പ് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ ശരീരത്തിൻ്റെ സൗന്ദര്യം, ബുദ്ധി, ആരോഗ്യം, കഴിവ് മറ്റാരെക്കാളും ഉന്നതമായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് അവിടെ ആർക്കും ഉണ്ടാകുകയില്ല. സ്തോത്രം. എന്നേക്കാൾ സൗന്ദര്യം അവനുണ്ട്, അവൾക്കുണ്ടെന്ന് ആർക്കും തോന്നുകയില്ല. എല്ലാവരും പൂർണ്ണമായി പെർഫെക്റ്റ് ആയിരിക്കും. കാരണം അത് ദൈവം നൽകുന്ന ശരീരമാണ്. സ്തോത്രം. അതിനകത്തൊരിക്കലും മരണമുണ്ടാകുകയില്ല, രോഗമുണ്ടാകുകയില്ല, ദുഃഖമുണ്ടാകുകയില്ല, ക്ഷീണമുണ്ടാകുകയില്ല, നരചരകൾ ഉണ്ടാകുകയില്ല. ഒരു ഗ്രാവിറ്റി ഫോഴ്സിനും അതിനെ പിടിച്ചു നിർത്താനൊക്കെയില്ല. ഒരു കാലഘട്ടത്തില് മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഏറ്റവും വലിയ ഫോഴ്സ് ഗ്രാവിറ്റി ഫോഴ്സ് എന്നാണ്. പക്ഷെ ഇപ്പോൾ ആ ചിന്തയൊക്കെ മാറി. ഗോളങ്ങളെല്ലാം അകലുകയാണ്. എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി ഫോഴ്സിനെ അതിജീവിക്കുന്ന മറ്റൊരു ഫോഴ്സ് ഇപ്പോൾ പ്രപഞ്ചത്തിലുണ്ട്. അതിനെയും സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പുനരുത്ഥാന ശരീരം പ്രാപിച്ച ഒരു ദൈവ പൈതലിന്റെ ശരീരം അവന് സൂര്യനിൽ പോയി ഒരു മാസം താമസിക്കണമെന്ന് തോന്നിയാൽ ഒരു കേടും കൂടാതെ താമസിച്ചിങ്ങ് വരാം. പസഫിക്കിന്റെ അടിത്തട്ടിൽ ആ ബെർമുഡ ട്രയാങ്കിളിന്റെ താഴെ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെന്ന് കാണാൻ, ഒരു ഗവേഷണം നടത്താൻ പോകാൻ പ്രത്യേക കാര്യങ്ങളൊന്നും വേണ്ട. ഏത് ഗാലക്സിയിലും പോകാം. തിരുവനന്തപുരത്ത് വേണമെങ്കിൽ വരാം, ഇവിടുന്ന് യെരുശലേമിലേക്ക് വേണമെങ്കിൽ പോകാം, അവിടുന്ന് സ്വർഗത്തിലേക്ക് വേണമെങ്കിൽ പോകാം. എവിടെ പോകാൻ അവൻ ആഗ്രഹിക്കുന്നോ അവിടെ അവൻ എത്തുവാൻ കഴിയുന്ന ഒരു ശരീരമാണ് അവൻ ലഭിക്കാൻ പോകുന്നത്. ഈ നാസ ഒരു പരിപാടി കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് ടെലിപ്പോർട്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മെസ്സേജൊക്കെ അയക്കുന്നുണ്ടല്ലോ, ഫാക്സും ഒക്കെ. പണ്ട് ഫാക്സ്, ഇപ്പോഴേ ഇതൊക്കെ ഒന്നുമില്ല, മെസ്സേജ് അയക്കുന്നല്ലോ. അപ്പോൾ ഈ മെസ്സേജൊക്കെ അന്നേരം അങ്ങ് ചെല്ലുകയല്ലേ, അയക്കുമ്പോഴേ അവിടെ ചെല്ലുകയല്ലേ. ഇതുപോലെ മനുഷ്യനെ അയക്കുന്നൊരു പരിപാടി അത് കഴിയുമെന്ന് അവർ പറയുന്നു. അത് ശരീരത്തിൻ്റെ പാർട്ടുകൾ, അതിൻ്റെ എല്ലാ സെല്ലുകൾ മാറ്റി പിന്നെ അവിടെ ചെന്ന്, അതിപ്പം ഉദാഹരണമായിട്ട് ഫാക്സിൻ്റെ എന്നാൽ ഇത് ഇവരുടെ ആരംഭിക്കുമ്പോൾ ഫാക്സുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ അവിടെ ടൈപ്പ് ചെയ്തെടുക്കുകയല്ലേ, പേപ്പറും അതിൻ്റെ മഷിയെല്ലാം അവിടെയല്ലേ. ഇവിടെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നേ ഉള്ളൂ അല്ലേ. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കിപ്പോൾ ന്യൂയോർക്കിൽ പോകണം. അപ്പം നിങ്ങളെ ടെലിപ്പോർട്ട്, നിങ്ങൾ അവിടെ ചെല്ലുന്നതായിട്ടുള്ള ആ വലിയ മിഷനിലേക്ക് കയറി അവിടേക്ക് നിങ്ങൾ ഡയൽ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? 516-324-456. നിങ്ങൾ ന്യൂയോർക്കിൽ എത്തിക്കഴിഞ്ഞു. അത് നാസയുടെ ചിന്തയാണ്. ഞാൻ വിശദീകരിച്ച് നിൽക്കുന്നത്. അവർക്കത് നടത്താൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ കർത്താവ് അത് ചെയ്യും. കണ്ണിമയ്ക്കുന്നതിനിടയിൽ, കരമടിച്ച് കണ്ണിമയ്ക്കുന്നതിനിടയിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. കണ്ണിമയ്ക്കുന്നതിനിടയിൽ ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. അവർ ഈ ഗ്രാവിറ്റി ഫോഴ്സിനെ അതിജീവിച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലും. പിന്നെ ഗോളങ്ങളിലേക്ക് നിത്യത മുഴുവൻ അവർ യാത്ര ചെയ്യും. അങ്ങനെ ഒരു പുനരുത്ഥാന ശരീരമാണ് കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ആകപ്പാടെ വേറൊരു കൺഫ്യൂഷനും കൂടെ നിങ്ങൾക്കുണ്ടാകാം. ഈ പുനരുത്ഥാന ശരീരം നമുക്ക് ലഭിച്ച് നമ്മളെല്ലാവരെയും തമ്മിൽ തിരിച്ചറിയുകയാണ്. നമ്മൾ തമ്മിൽ തിരിച്ചറിയുകയല്ല, നമ്മൾ ഇതുവരെയും കാണാത്തവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പൗലോസിനെ കാണുമ്പോൾ ഞാനാണ് പൗലോസ് എന്ന് പറഞ്ഞൊന്നും പൗലോസ് നമ്മുടെ അടുക്കൽ വരണ്ട. നമുക്ക് പുള്ളിയെ കാണുമ്പോഴറിയാം പൗലോസാണെന്ന്, നമ്മളെ കാണുമ്പോഴും അറിയാം. പത്രോസിനെ കാണുമ്പോൾ, യോഹന്നാനെ കാണുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ
മോശയെ കണ്ടപ്പോൾ, ഏലിയാവിനെ കണ്ടപ്പോൾ ഒരിക്കൽ പോലും കാണാത്ത പത്രോസ് രൂപാന്തരപ്പെടാതെ തന്നെ കണ്ടെങ്കിൽ രൂപാന്തര ശരീരത്തിൽ എത്ര വലുതായിരിക്കും. എല്ലാവരെയും തിരിച്ചറിയാൻ കഴിയും. ആരും ആരെയും അവിടെ പരിചയപ്പെടുത്തണ്ട. ഞാൻ ആരാണെന്ന്, നിങ്ങൾ ആരാണെന്ന് എല്ലാവരെയും അവിടെ തിരിച്ചറിയാൻ കഴിയും. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ പാസ്റ്റർ, എൻ്റെ സ്നേഹിതൻ, എല്ലാവരെയും നിങ്ങൾക്ക് എനിക്ക് അവിടെ തിരിച്ചറിയാൻ കഴിയും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഭാര്യയും മക്കളെയൊക്കെ തിരിച്ചറിയാൻ അവിടെ കഴിഞ്ഞെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ ചെന്ന യേശുവിനെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഭാര്യയും മക്കളുമായിട്ട് പ്രത്യേകിച്ച് എലിയാമ്മേ നമുക്ക് വേറെ താമസിക്കാമെന്നും പറഞ്ഞ് ഓരോ കുടുംബക്കാരിങ്ങനെ മാറുമോ? ഇനി അപ്പനും അമ്മയും കണ്ടാൽ അവരൊന്നിച്ചു കൂടുവോ? ഇനി സഭക്കാർ കണ്ടാൽ, ഒത്തിരി സഭയുണ്ടല്ലോ, അവരുടെ പ്രത്യേക യോഗങ്ങളൊക്കെ അവിടെ നടക്കുമോ? അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാകുമോ? ഉണ്ടാകുകയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത് നല്ലതാണ്, അത് ദൈവം നൽകിയ ഒരു കാര്യമാണ്. പെന്തക്കോസ്ത് നാളിൽ വന്ന നാവ് പോലും പിളർന്ന നാവാണ്. അതിനൊരു പിളർപ്പുണ്ട്, അത് നല്ലതാണ്. ഈ ഡിവിഷനും വേറൊരർത്ഥത്തിൽ നല്ലതാണ്. പക്ഷെ നിത്യതയിൽ അത് കാണുകയില്ല. ഇവിടെ അത് വരാൻ കാരണം എൻ്റെയും നിങ്ങളുടെയും സ്നേഹത്തിന് ഒരു ലിമിറ്റേഷനുണ്ട്. എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോടുണ്ടാകുന്ന ആ സ്നേഹം നിങ്ങളോട് എനിക്കൊരു പക്ഷേ ഉണ്ടായെന്ന് വരികയില്ല. നിങ്ങൾക്കും അങ്ങനെയാണ്. മനുഷ്യൻ അങ്ങനെയാണ്. മക്കളിൽ തന്നെ ചില മാതാപിതാക്കൾക്ക് ചില മക്കളോട്, യാക്കോബിന് യോസേപ്പിനോടുള്ള സ്നേഹം പോലൊരു സ്നേഹമുണ്ട്. അതിൻ്റെയൊക്കെ കാരണം നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തെ അളക്കാനായിട്ട് ഒരു മെഷർമെൻ്റ് ഉണ്ടെങ്കിൽ അത് ഉദാഹരണമായിട്ട് ഒരു ലിറ്ററായിട്ട് നമുക്ക് കണക്കാം. ഇപ്പം ഒരാൾക്ക് ഒരു 5 ലിറ്റർ സ്നേഹം ഉണ്ടെന്നിരിക്കട്ടെ. 5, അയാൾക്ക് അത്രയേ ഉള്ളൂ സ്നേഹം. അതിനപ്പുറം അയാൾ സ്നേഹിക്കാൻ ഒക്കെയില്ല. പക്ഷെ ഒത്തിരി പേരുണ്ട് പുള്ളിക്ക് സ്നേഹം കൊടുക്കാൻ. അപ്പം പുള്ളി ജനിച്ചു കഴിഞ്ഞപ്പോൾ അപ്പന്, അമ്മ, സഹോദരങ്ങൾ എല്ലാവർക്കും കൂടെ കൊടുത്തു. അപ്പം എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്തപ്പോൾ ഓരോ ലിറ്റർ സ്നേഹം ഓരോരുത്തർ കൊടുത്തു. വീട്ടിൽ 5 പേർക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും വലിയ കാര്യമാണ്. അപ്പനോട് സ്നേഹമുണ്ട്, അമ്മയോട് സ്നേഹമുണ്ട്, അനിയനോട് സ്നേഹമുണ്ട്, പെങ്ങളോട് സ്നേഹമുണ്ട്, തന്നോട് സ്നേഹമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. അപ്പം കല്യാണം കഴിച്ചപ്പോൾ ഈ 5 ലിറ്റർ സ്നേഹമല്ലേ ഉള്ളൂ. അത് അപ്പനും എല്ലാവർക്കും കൊടുത്തിരിക്കുകയല്ലേ. അപ്പം ഭാര്യയ്ക്ക് എവിടെ നിന്ന് സ്നേഹം കൊടുക്കും? അപ്പം ഈ കൊടുത്തവരിൽ നിന്ന് കുറേശ്ശെ തിരിച്ചു പിടിക്കും. അപ്പോഴവിടെ പ്രശ്നം ഉണ്ടാകുന്ന മനസ്സിലായോ? കാരണം സ്നേഹം കൊടുക്കാനില്ല, ഈ ആളിന് കുഴപ്പമല്ല, തിരിച്ചു കൊടുക്കില്ല. അപ്പം ഈ സഭയോടുള്ള ബന്ധത്തിൽ എനിക്കിപ്പോൾ ഒരു 5 ലിറ്റർ സ്നേഹം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം സഭയോടുള്ള ബന്ധത്തിൽ അപ്പോൾ എനിക്ക് എൻ്റെ സഭയ്ക്ക് കൊടുത്തു, എൻ്റെ കൂട്ടുകാർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ അടുത്തൊരു സഭയെ സ്നേഹിക്കാൻ ഒരു പക്ഷേ എനിക്കില്ലായിരിക്കാം. അതുകൊണ്ട് ആർക്കെങ്കിലും സ്നേഹക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. എന്നാൽ നിത്യതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം എന്ന് പറയുന്ന സ്നേഹക്കടലാണ്. അവിടെ എത്ര കൊടുത്താലും പിന്നെയും കിടക്കുക. സ്വത്രം. അതുകൊണ്ട് അവിടെ ഡിഫറൻസ് ഒന്നുമില്ല. അവിടെ ഭാര്യ ഭർത്തൃ ബന്ധമൊന്നുമില്ല. അവിടെ എല്ലാം ദൂതന്മാരെ പോലെയാണ്. അപ്പനെ തിരിച്ചറിഞ്ഞാലും അവിടെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സ്നേഹസാഗരത്തിലായിരിക്കും ഞാൻ നിങ്ങളും ഇറങ്ങാനായിട്ട് പോകുന്നു. ഒന്ന് സ്വന്തം ചെയ്താട്ടെ, കരമടിച്ചൊന്ന് സ്വന്തം ചെയ്താട്ടെ. അതുകൊണ്ട് അവിടെ ഡിവിഷനൊന്നും ഉണ്ടാകുകയില്ല. ഭാഷയോടുള്ള ബന്ധത്തിലോ, ജാതിയോടുള്ള ബന്ധത്തിലോ, നിറത്തോടുള്ള ബന്ധത്തിലോ, ബന്ധു എന്നുള്ള നിലയിലോ പ്രത്യേക സ്നേഹമൊന്നും അവിടെ ഇല്ല. എല്ലാവരോടും ഇന്ന് നമുക്കുള്ള സ്നേഹത്തെക്കാൾ 10,000 മടങ്ങ് സ്നേഹത്തിലാണ്, സ്നേഹസാഗരത്തിലാണ്, സ്നേഹത്തിന്റെ കടലായ കർത്താവിനോടൊപ്പമാണ് നാം അവിടെ താമസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തമ്മിൽ തിരിച്ചറിയാൻ കഴിയും. അങ്ങനൊരു പുനരുത്ഥാന ശരീരമാണ് ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ആഗ്രഹിക്കണ്ടേ? ഇപ്പം ഞാനൊരു കാര്യം പറയുകയാണ്. ഇവിടെ നിങ്ങൾക്കൊരു പ്രസന്റേഷൻ തരാൻ ഒരാൾ വന്നിരിക്കുകയാണ്. കാറാണ് കൊടുക്കുന്നത്. റോൾസ് റോയ്സ് ഉണ്ട്, കാഡിലാക്ക് ഉണ്ട്, ബെൻസ് ഉണ്ട്. പിന്നെ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധ്യതയില്ലാത്ത ഒരു അംബാസഡർ കാറുമുണ്ട്. നിങ്ങൾക്ക് ചോയ്സ് വരികയാണ്. എടുക്കാൻ
നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർ എടുത്തോണ്ട് പോവാം. ഏതായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? റോൾസ് റോയ്സ്. അംബാസഡർ ആരെങ്കിലും എടുക്കുവോ? എടുക്കാൻ സാധ്യതയില്ല. ഇതുപോലെ നിങ്ങൾക്കൊരു പുനരുത്ഥാന ശരീരവുമുണ്ട്. ഇനി രജിസ്റ്റർ ചെയ്താലും ഓടാൻ സാധിക്കാത്ത നിലയിൽ മിക്കവാറും ഒക്കെ തീരാറായ ഒരു ശരീരമുണ്ട്. ഇതിലേത് നിങ്ങൾ തിരഞ്ഞെടുക്കും? പറഞ്ഞട്ടെ, ഈ ശരീരത്തെ ഞാൻ ഒരു അംബാസഡർ കാറിനോടാണ് ഉപമിക്കുന്നത്. ഇത് പുതുക്കിയല്ലെങ്കിലും കുറച്ചുകൂടെ ഓടുമെന്നുള്ളൊരു സംശയിക്കേണ്ട. പക്ഷെ ഇനി ഇത് പുതുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഇവിടെ റോൾസ് റോയ്സ് ഉണ്ട്, ഒരു പുനരുത്ഥാന ശരീരമുണ്ട്. ഇതിലേതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞാട്ടെ. ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതൊരു പുനരുത്ഥാന ശരീരമായിരിക്കും. ഹല്ലേലൂയ. മറ്റെന്തിനേക്കാളും അതായിരിക്കും. കാരണം ഒരിക്കൽ ഞാൻ മരിക്കും, ഈ മൺമയമായ ശരീരം ഞാൻ ഉപേക്ഷിക്കും, ഇതിൻ്റെ ഒരു പാത്തും ഉയർക്കുകയില്ല. എന്നാൽ എൻ്റെ ആത്മാവിന് ഒരു പുനരുത്ഥാന ശരീരം ലഭിക്കും. അത് സൗന്ദര്യമുള്ളതാണ്, അത് ബുദ്ധിയുള്ളതാണ്, അത് ജ്ഞാനമുള്ളതാണ്, അത് കാഴ്ചയുള്ളതാണ്, അത് കേൾവിയുള്ളതാണ്, അത് മരണമില്ലാത്തതാണ്, അത് രോഗം വരാത്തതാണ്, അതെന്നും ജീവിക്കുന്നതാണ്, പ്രപഞ്ചത്തിലെവിടെയും യാത്ര ചെയ്യാൻ കഴിയുന്നതാണ്. അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല, ഒരു മരണത്തിനും അതിനെ പിടിക്കാൻ കഴിയുകയില്ല, ഒരു അന്ധകാരത്തിനും അതിനെ പിടിക്കാൻ കഴിയുകയില്ല. അത് കർത്താവിന് വേണ്ടി ജീവിക്കാൻ കഴിയുന്നതാണ്. അത് പുതിയ യെരൂശലേമിലേക്ക്, അത് സ്വർഗത്തിലേക്ക്, അത് സൂര്യനിലേക്ക്, അത് ചന്ദ്രനിലേക്ക്, അത് മിൽക്കി വേ ഗാലക്സിയിലേക്ക്, അത് മെർക്കുറി ഗാലക്സിയിലേക്ക് എനിക്ക് എവിടെ പോകണമോ പോകുവാൻ കഴിയുന്നതാണ്. 10,000 കോടി വർഷം കഴിഞ്ഞാലും ക്ഷീണം വരാതെ, 10,000 കോടി വർഷം കഴിഞ്ഞാലും വാർദ്ധക്യം വരാതെ, 10,000 കോടി വർഷം കഴിഞ്ഞാലും വണ്ണത്തിനോ പൊക്കത്തിനോ കുറവ് വരാത്ത, കാഴ്ചയ്ക്ക് കുറവ് വരാത്ത, കേൾവിക്ക് കുറവ് വരാത്ത, ബുദ്ധിക്ക് കുറവ് വരാത്ത ഒരു ശരീരം എനിക്ക് നൽകപ്പെടാൻ പോകുകയാണ്. അതിന് പുനരുത്ഥാന ശരീരം എന്ന് പറയും. അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. 10,000 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞത്. അത് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ പുനരുത്ഥാനം രണ്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, വെളിപ്പാട് പുസ്തകം 20:6. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവൻ ക്രിസ്തുവിനോടൊപ്പം 1000 വർഷം വാഴും. ഈ ഭൂമിയിൽ വാഴുന്ന കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചാൽ, ഈ ശരീരത്തിൽ ജീവിച്ചാൽ, കൂടി വന്നാൽ 100 വർഷം ജീവിക്കും. എന്നാൽ പുനരുത്ഥാന ശരീരം ലഭിച്ചാൽ 1000 വർഷം ഇവിടെ ഭരിക്കാം. 1000 കോടി വർഷം കഴിഞ്ഞാലും ജീവിക്കാം. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ആയിരിക്കണം ഓടേണ്ടത്? പുനരുത്ഥാന ശരീരം. ആ പുനരുത്ഥാന ശരീരം ലഭിക്കേണ്ടതിന് ചിലർ ചെയ്ത കാര്യം നിങ്ങൾ കേൾക്കണമോ? എല്ലാവരും എബ്രായ ലേഖനം ഒന്നെടുത്തോട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ, അതിൻ്റെ 11-ാം അധ്യായം മുഴുവൻ വിശ്വാസ വീരന്മാരെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളാണ്. നിങ്ങൾ ആ പ്രഭാഷണം വളരെയധികം കേട്ടിട്ടുണ്ട്. അവിടെ 33 മുതലുള്ള വാക്യം ഞാൻ വായിക്കാം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, ജോഷുവ. നീതി നടത്തി, ശലോമോൻ. വാഗ്ദത്തം പ്രാപിച്ചു, സാറ. സിംഹങ്ങളുടെ വായടച്ചു, ദാനിയേൽ. തീയുടെ ബലം കെടുത്തി, ചന്ദ്രകുമേഷ അഭേന്ദ്രവും. വാളിന്റെ വായ് തെറ്റി, ദാവീദ്. ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, ശിംശോൻ. യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, ജോഷുവ. അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഉയർത്തെഴുപ്പിനാൽ തിരികെ കിട്ടി, മാർത്ത മറിയ. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കണം.
മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു. എന്താണ് അതിന്റെ അർത്ഥം? മറ്റു ചിലർ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. എന്താണ് ആ ഭേദ്യം? വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? ആർക്കെങ്കിലും മനസ്സിലായോ? എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പാസ്റ്റർ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഈ ദൂത്. സ്തോത്രം. നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ദൂത്. ഇവിടെ മരിച്ചവർ ഉയർക്കുന്നു, സിംഹത്തിന്റെ വായടയുന്നു. ഇങ്ങനെ അത്ഭുതങ്ങൾ ദൈവം അന്ന് ചെയ്തു, ഇന്ന് ചെയ്തു, ഇന്നും ചെയ്യുന്നു, നാളെയും ചെയ്യും. സ്തോത്രം. പക്ഷേ അതെല്ലാം മരണം കൊണ്ട് അവസാനിക്കും. ലാസർ മരിച്ചുപോയി, നൈലിലെ വിധവയുടെ മകനും മരിച്ചുപോയി, യായോറസിന്റെ മകളും മരിച്ചുപോയി. യേശു അവരെ ഉയർപ്പിച്ചപ്പോൾ ഉണ്ടായ സന്തോഷം അവർ പിന്നീട് മരിച്ചപ്പോൾ നഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കൊരു ശരീരമുള്ളത് കൊണ്ട്, നമുക്കൊരു മനസ്സുള്ളത് കൊണ്ട് ദൈവം ഇന്നലെയും ഇന്നും നാളെയും അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അത് മരണം കൊണ്ട് അവസാനിക്കുന്ന അത്ഭുതങ്ങൾക്കപ്പുറമായ കാര്യങ്ങൾ ചിന്തിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കണം. സ്ട്രക്കാകാൻ പാടില്ല. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ദൈവം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു രോഗം സൗഖ്യമാക്കി ദൈവം ജീവനെ നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകിയ സമയമാണെന്ന് ഞാൻ അറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. മുടന്തർ നടന്നെങ്കിൽ, ഊമർ സംസാരിച്ചെങ്കിൽ, ചെകിടർ കേട്ടെങ്കിൽ, അത്ഭുതങ്ങൾ നടന്നെങ്കിൽ, ഈ അത്ഭുതങ്ങൾ എന്നെ കർത്താവിനോട് അടുപ്പിക്കാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാനും ദൈവം ചെയ്ത അത്ഭുതങ്ങളാണെന്ന് ഞാൻ ഗ്രഹിച്ചിരിക്കണം. പണ്ട് സായിപ്പിന് പറ്റിയ പോലെ പറ്റരുത്. സായിപ്പ് ഫ്രൂട്ട്സ് കഴിക്കുന്നയാളാണെങ്കിലും ജാക്ക് ഫ്രൂട്ട് എങ്ങനെ കഴിക്കണമെന്ന് കേരളത്തിൽ വന്നാണ് പഠിച്ചത്. വളരെ മനോഹരമായിട്ട് അമ്മച്ചി ചക്കച്ചുളയെല്ലാം ഒരുക്കി നല്ലൊരു പ്ലേറ്റിൽ സായിപ്പിന് കൊണ്ടുകൊടുത്തു. സായിപ്പ് പതിവ് പോലെ പഴം കഴിക്കുന്ന പോലെ, തൊലി ഉരിച്ച് കളഞ്ഞിട്ട് കഴിക്കുന്ന പോലെ, അതിൻ്റെ ചുള ഉരിച്ച് കളഞ്ഞിട്ട് കുരു കഴിച്ചു. അത് ചെയ്യരുത്. കുരു നല്ലതാണ്, ചുളയും നല്ലതാണ്. പക്ഷേ സായിപ്പ് ചെയ്ത പോലെ ചെയ്യരുത്. സ്വതം പറഞ്ഞാട്ടെ, രണ്ടിനും രണ്ട് സ്ഥാനമാണുള്ളത്. കുരു കിളിർക്കാനുള്ളതാണ്, ചുള തിന്നാനുള്ളതാണ്. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളെല്ലാം കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനും, കർത്താവിൻ്റെ വേല കൂടുതൽ ചെയ്യാനും, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനും, കർത്താവിന് വേണ്ടി മരിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ അത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ നല്ലൊരു പുനരുത്ഥാനത്തിന് വേണ്ടി ഭേദ്യമേറ്റു. എന്താണ് ഭേദ്യം? ഈർച്ചവാളുകളാൽ അറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയത്തില്ല. പണ്ട് തടികളെല്ലാം ഈർച്ചവാളുകൾ കൊണ്ടാണ് അറുത്തുകൊണ്ടിരുന്നത്.
ഒരാൾ മുകളിലും ഒരാൾ താഴെയും നിന്നാണ് അത് അറുക്കുന്നത്. അത് അറുക്കുക എന്ന് പറയുമ്പോൾ ആ ഈർച്ചവാള് ഒരാൾ മുകളിൽ ഇങ്ങനെ പിടിക്കും, താഴെ ഒരാൾ പിടിക്കും, എന്നിട്ട് ഇങ്ങനെ അറുക്കുകയാണ്. ഈർച്ചവാള് തടി അറുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പം അറുക്കാനൊക്കെയല്ല. ക്രിസ്തുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ട വ്യക്തിയെ കൊണ്ടുവന്ന് കമത്തിയോ മലർത്തിയോ കിടത്തിയിട്ട് ചോദിക്കും, യേശുവിനെ തള്ളിപ്പറയുമോ? നീ തള്ളിപ്പറഞ്ഞാൽ നിന്നെ ഈർച്ചവാളിൽ അറുക്കും, അല്ലെങ്കിൽ നിനക്ക് ജോലി നൽകാം, പണം നൽകാം. ഇങ്ങനെ പ്രലോഭനങ്ങൾ കേട്ട് ചിലർ പോകുമ്പോൾ ചിലർ ഈർച്ചവാളിന് അറുക്കപ്പെടാനായിട്ട് ചെല്ലും. അവരെ അറുക്കുന്ന സന്ദർഭത്തിൽ അവരുടെ അയാളുടെ ഭാര്യയോ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ പാസ്റ്ററോ മാറി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവമേ ഇപ്പോൾ ഒരു ഇടി, ഒരു വെള്ളിടി അവൻ്റെ തലയിലോട്ട് നീ വീഴിക്കണമേ എന്നല്ല, താവേ നിന്റെ മകൻ, എൻ്റെ ഭർത്താവ് നിന്നെ തള്ളിപ്പറയാതെ നിൽക്കാൻ കൃപ കൊടുക്കണമേ എന്നവർ പ്രാർത്ഥിക്കുകയാണ്. കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കിടക്കുന്ന വ്യക്തിയും പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈർച്ചവാള് കയറി ഇറങ്ങുമ്പോൾ ഞാൻ ബലഹീനനാണ്, നിന്നെ തള്ളിപ്പറയാതിരിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നല്ല പുനരുത്ഥാനത്തിന് വേണ്ടി ഭേദ്യമേൽക്കുകയാണ്. എന്താണ് ജടയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ചെന്ന് പറഞ്ഞാൽ? ചെമ്മരിയാടിന്റെയും കോലാടിന്റെയും തോലെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ അതെങ്ങനെയാണ് ധരിപ്പിക്കുന്നത്? മരിച്ച ഒരു വ്യക്തിയുടെ മൃതശരീരം കൊണ്ടുവരും. അത് ഭീഭത്സമായിരിക്കും, ചീഞ്ഞു നാറുന്നതായിരിക്കും. ക്രിസ്തുവിനെ സ്വീകരിച്ചവനെയും ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിച്ചവനെയും ക്രിസ്തുവിനെ തള്ളിപ്പറയാത്തവനെയും അവിടെ കൊണ്ടുവന്നിട്ട് പറയും, നിന്നെ ഈ മൃതശരീരത്തോടുകൂടി ചേർത്ത് ബന്ധിക്കാൻ പോകുകയാണ്. ഈ തോലുകൊണ്ട് നിന്നെ ചുറ്റിക്കെട്ടി ഈ മൃതശരീരത്തോടൊപ്പം ഈ വഴിയോരത്തിൽ ഇടാൻ പോകുകയാണ്. നീ യേശുവിനെ തള്ളിപ്പറയുന്നുവോ? സുവിശേഷ വേലയെ അവസാനിപ്പിക്കുന്നുവോ? എന്നാൽ നിനക്ക് വീട്ടിൽ പോകാം, ഗവൺമെന്റിലുള്ള നല്ല ജോലി നിനക്ക് തുടരാം, നിന്റെ കുടുംബത്തിൽ സന്തോഷത്തോടുകൂടി കഴിക്കാം, ജീവിക്കാം. റോമൻ ഗവൺമെന്റ് നിന്റെ ജോലിയിൽ പ്രൊമോഷൻ നൽകും, ശമ്പളം കൂട്ടി നൽകും. അപ്പോൾ അവന്റെ മാതാവ് പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയായിരിക്കും, എൻ്റെ കർത്താവേ, എൻ്റെ മകൻ ജനിച്ചു, അവനെ പഠിപ്പിച്ചു, അവന് ജോലി കിട്ടിയപ്പോൾ ഞാൻ സന്തോഷിച്ചു, അവൻ ശമ്പളം കൊണ്ടുവന്ന് ഞാൻ ഉപജീവിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞൊരു ജോലിക്ക് വേണ്ടി നിന്നെ തള്ളിപ്പറയാൻ ഇടയാകരുതേ. കർത്താവേ, അവൻ നിനക്ക് വേണ്ടി നിൽക്കാൻ കൃപ തരണമേ എന്ന് അമ്മ പ്രാർത്ഥിക്കും. അവനും പ്രാർത്ഥിക്കും, യേശുവേ, ഒരു ജീവന് വേണ്ടി, അല്പസമയത്തിന് വേണ്ടി ഈ പുനരുത്ഥാന ശരീരം എനിക്ക് നഷ്ടപ്പെടാതിരിപ്പാൻ കൃപ തരണമേ എന്ന്. അവനെ ആ ചീഞ്ഞളിഞ്ഞ മൃതശരീരത്തോട്, അതിൻ്റെ മുഖത്തോട് മുഖം, കാലിനോട് കാല്, കൈയോട് കൈ ചേർത്ത് ബന്ധിച്ച് കെട്ടി ഈ തോലുകൊണ്ട് ചുറ്റി കെട്ടി റോഡിലിടും. അപ്പോൾ മാറി സഭയിലെ പാസ്റ്റർ പ്രാർത്ഥിക്കും, കർത്താവേ, നിന്നെ തള്ളിപ്പറയാൻ അവൾക്കിടയാകരുതേ എന്ന്. വല്ലതും മനസ്സിലായോ? നല്ലൊരു പുനരുത്ഥാനത്തിന് വേണ്ടി. എന്താണ് നമ്മൾ ഇവിടെ വായിച്ചത്? ആ 35 മുതൽ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. മനസ്സിലായോ? നല്ലൊരു പുനരുത്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കണം. ഒന്ന് സ്വന്തം ചെയ്താട്ടെ. ഒരു കാര്യത്തിലും ഒരു കാരണത്താലും ഈ കർത്താവിനെ തള്ളിപ്പറയരുത്. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. പണത്തിന് വേണ്ടി യേശുവിനെ തള്ളിപ്പറയരുത്, ജോലിക്ക് വേണ്ടി യേശുവിനെ തള്ളിപ്പറയരുത്, മറ്റെന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി യേശുവിനെ തള്ളിപ്പറയരുത്. ജീവൻ കളയേണ്ടി വന്നാലും, ജോലി കളയേണ്ടി വന്നാലും, മരിക്കേണ്ടി വന്നാലും ഒരു നല്ല പുനരുത്ഥാനത്തിന് വേണ്ടി
കർത്താവിന് വേണ്ടി നിൽക്കണം. അതിനാണ് ആത്മീയത എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടേണ്ടവർ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടേണ്ടവർ സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കേണ്ടവൻ അഭിഷേകം പ്രാപിക്കണം, വേർപെടേണ്ടവൻ വേർപെടണം. ഞാൻ യേശുവിനെ സ്വീകരിച്ചാൽ, ഞാൻ സ്നാനപ്പെട്ടാൽ, ഞാൻ വേർപെട്ടാൽ എൻ്റെ വിവാഹം നടക്കുകയില്ല, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കുകയില്ല എന്ന് നീ പറയരുത്. ജീവൻ പോയാലും എനിക്ക് യേശുവിനെ വേണം. കരമടിച്ച് വിവാഹം നടന്നാലും നടന്നില്ലെങ്കിലും എനിക്ക് യേശുവിനെ വേണം. ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്ക് യേശുവിനെ വേണം. ലോകം എന്നെ തള്ളിയാലും ഇല്ലെങ്കിലും എനിക്ക് യേശുവിനെ വേണം. എന്നെ കൊന്നാലും ഇല്ലെങ്കിലും എനിക്ക് യേശുവിനെ വേണം. കാരണം എനിക്ക് നല്ലൊരു പുനരുത്ഥാനം വേണം. അതിനാണ് ആത്മീയത എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി ജനിച്ചത്, അതിനുവേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്, അതിനുവേണ്ടിയാണ് യേശു ഉയർത്തെഴുന്നേറ്റത്, അതിനുവേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ഈ കൃപയിലേക്ക് ദൈവം കൊണ്ടുവന്നത്. നല്ല പുനരുത്ഥാനം അല്ലാത്ത മോശമായ പുനരുത്ഥാനമുണ്ട്. ദീർഘിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ സുവിശേഷം 5:28 കർത്താവ് പറയാണ്, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറയിലുള്ളവരെല്ലാം ദൈവകുമാരന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ നിത്യജീവനായിട്ട്, തിന്മ ചെയ്തവർ ന്യായവിധിക്കായി പുനരുത്ഥാനം ചെയ്യുന്ന നാഴിക വരും. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കില്ലെങ്കിലും രണ്ടാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനാകും. അതിന് നമ്മുടെ തെരഞ്ഞെടുപ്പ് വേണ്ട. പറഞ്ഞു മനസ്സിലായില്ല? രണ്ടാം പുനരുത്ഥാനത്തിൽ പങ്കാളിയാകാൻ എനിക്ക് പറ്റുകയില്ലെന്ന് ഒരു പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ പറയാനൊക്കെയല്ല. കാരണം എല്ലാവരെയും കർത്താവ് ഉയർപ്പിക്കും. ചില കാര്യങ്ങൾ മനുഷ്യന് അവന്റെ അധികാര പരിധിയിൽപ്പെട്ടതല്ല. അവൻ ആരുടെ മകനായി ജനിക്കണമെന്ന് അവന് തിരഞ്ഞെടുക്കാൻ അവകാശമില്ല. അവൻ എന്ത് നിറമുണ്ടായിരിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ അവന് അവകാശമില്ല. അവൻ ഏത് രാജ്യത്തിൽ ജനിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ അവന് അവകാശമില്ല. അതുപോലെ ഉയർത്തെഴുന്നേൽപ്പും വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അവന്റെ പെർമിഷൻ വേണ്ട. അവൻ വിളിച്ചാൽ വന്നേ മതിയാകും. അവൻ രണ്ടാം പുനരുത്ഥാനത്തിൽ, ഞാനും നിങ്ങളും ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കില്ലെങ്കിൽ രണ്ടാം പുനരുത്ഥാനത്തിൽ നിശ്ചയമായും എന്ത് ചെയ്യും? പങ്കുണ്ടാകും. അതാണ് എൻ്റെ കാര്യം. ഒരു ചോയ്സ് ഒന്നുമില്ല. അതുകൊണ്ടാണ് രണ്ടാം പുനരുത്ഥാനം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒന്നാം പുനരുത്ഥാനം. പരീക്ഷയിൽ എന്തേ ഉള്ളൂ? തോൽവിയും ജയമേ ഉള്ളൂ. ജയിച്ചവർക്ക് പിന്നെ റാങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വേറെ കാര്യം. പക്ഷേ പരീക്ഷയിൽ അൾട്ടിമേറ്റ് ആയിട്ട് രണ്ട് കാര്യമുള്ളൂ. എന്താണ്? തോറ്റു, ജയിച്ചു, ഇതേ ഉള്ളൂ. അപ്പോൾ ഈ രക്ഷിക്കപ്പെടാതെ, സ്നാനപ്പെടാതെ, അഭിഷേകം പ്രാപിക്കാതെ, വേർപെടാതെ, വിശുദ്ധിയോടെ ജീവിക്കാത്ത എല്ലാവരും മരിച്ചാൽ യാതനാസ്ഥലത്തേക്കും കർത്താവ് വെള്ള സിംഹാസനത്തിൻ്റെ മുൻപിൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ രണ്ടാം പുനരുത്ഥാനത്തിൽ ഉയർത്ത് നരകത്തിലേക്കും പോകും. ഇതാണ് അതിൻ്റെ റൂട്ട്. പ്രധാനമന്ത്രിയാണെങ്കിലും പോകും, പ്രസിഡന്റ് ആണെങ്കിലും പോകും, സുപ്രീം കോടതി ജഡ്ജി ആണെങ്കിലും പോകും, ഞാനാണെങ്കിലും പോകും, നിങ്ങളാണെങ്കിലും പോകും. ഇതാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ ആ രണ്ടാമത്തെ പുനരുത്ഥാനം ഭയങ്കരമാണ്. ആ ഉയർപ്പ് ഭയങ്കരമാണ്. വെളിപ്പാട് 21:11 മുതൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുവനിരിക്കുന്നതും കണ്ടു. മരിച്ചവർ ആബാലവൃന്ദ സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടു. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. വാക്യം 15, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് രണ്ടാമത്തെ മരണം. അപ്പൊ അവിടെ ആരാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞു, രക്ഷിക്കപ്പെടാതെ, സ്നാനപ്പെടാതെ, വേർപെടാതെ, വിശുദ്ധിയോട് ജീവിക്കാത്തവര് അവിടേക്കാണ് പോകുന്നത്. ഇനി അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ
നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഈ വെളിപ്പാട് പുസ്തകം പറയുന്നൊരു കാര്യം 21:28 നോക്കിയേ. വെളിപ്പാട് പുസ്തകം 21:28, 27 കാണും അല്ലേ? 27 ഉണ്ട്. താങ്ക് യു. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ അപ്പം ബൈബിൾ എടുക്കുന്നുണ്ടോ നിങ്ങളല്ലേ? കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവരാരും അതിൽ കിടക്കുകയില്ല. എവിടെ കിടക്കുകയില്ല? പുതിയ യെരൂശലേമിൽ കിടക്കുകയില്ല. 21:8 നോക്കിയേ. 21:8 കൂടെ നോക്കിയേ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്ര. ഈ സ്വർഗത്തിൽ ആര് പോകും, നരകത്തിൽ ആര് പോകും എന്നൊന്നും പറയാനുള്ള അവകാശം നമുക്കില്ല. ഉണ്ടോ? പക്ഷെ ബൈബിളിലുണ്ട്, ദൈവത്തിനുണ്ട്. അപ്പം നമ്മൾ തമ്പാനൂര് ട്രാൻസ്പോർട്ട് ബസ്സിൽ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ കൊട്ടാരക്കര, കോയമ്പത്തൂര് എല്ലാം ബസ്സിൻ്റെ ബോർഡ് കാണും. അപ്പോൾ ആ ബോർഡ് ഒന്ന് വായിക്കാൻ അറിഞ്ഞാൽ മതി. പ്രത്യേക വലിയ അറിവൊന്നും വേണ്ട ഈ വണ്ടി എങ്ങോട്ടാ പോകുന്നത് അറിയാൻ, ഇല്ലേ? എന്ന് പറഞ്ഞതുപോലെ എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ ഒരു ബോർഡ് ഉണ്ട്. ആ ബോർഡ് നമ്മൾ ഇതിനനുസരിച്ച് വായിച്ചാൽ മതി. ഭീരുവാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നരകം. നമ്മളത് അറിഞ്ഞില്ലെങ്കിൽ വലിയ അപകടമാണ്. എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാനൊരിക്കലും യോഗം കഴിഞ്ഞ് ഭയങ്കര ക്ഷീണിച്ച് വരികയാണ്. എവിടെയാ, പട്ടാമ്പിയോ എവിടെയോ ആണ്. കണ്ട ട്രെയിൻ വന്നു, ട്രെയിൻ നിർത്തി ചാടിക്കേറി എളുപ്പം ബെർത്ത് നോക്കി അവിടെ കിടന്ന് ഉറക്കമാണ്. തിരുവല്ലയ്ക്ക് വരികയാണ്. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തമിഴിൽ സംസാരിക്കുന്നു ആൾക്കാർ. ഞാൻ നോക്കിയപ്പോൾ കോയമ്പത്തൂരാണ് ട്രെയിൻ വന്ന് നിൽക്കുന്നത്. നോക്കാതെ കയറിയതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കിയില്ലെങ്കിൽ അപകടമാണ്. അപ്പം ഭീരുവാണെങ്കിൽ അവിടെ എന്ത് വെച്ചിട്ടുണ്ട്? ബോർഡ്. നരകമാണ്, ഈ വണ്ടി നരകത്തിലോട്ട് പോകുന്നതാണ്. ഇന്ന് ക്ലിയറാണ്, സംശയപ്പെടണ്ട. അതിന് പ്രത്യേകിച്ച് വിവേചനമൊന്നും വേണ്ട. അത് നമ്മൾ ഭീരുവാണോ അല്ലയോ എന്നുള്ള കാര്യമാണ്. ഓരോ കാര്യം വരുമ്പോൾ അയ്യോ അയാൾ എന്നെയും ഇയാൾ എന്നെയും അവരെന്നാ പറയും ഇവരെന്നാ പറയും, അത് ഞാൻ ഇത് ചെയ്താൽ ചിലരോടുള്ള ഭയം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ പേരെന്താണ്? ഭീരുവാണ്. അല്ലെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് പോകും. സ്തോത്രം. ഞാൻ സ്നാനപ്പെടാനായിട്ട് പോയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു കുളം ഉണ്ടായിരുന്നു. അവിടെ സ്നാനപ്പെടാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എൻ്റെ പാസ്റ്റർക്ക് പ്രശ്നമായിരുന്നു. കാരണം ബഹളം ഉണ്ടായാലോ. ഞാൻ പാസ്റ്ററെ നിർബന്ധിച്ച് പുറകെ നടന്നാണ് എന്നെ സ്നാനപ്പെടുത്തിപ്പിച്ചത്. എന്നിട്ട് എന്നെ സ്നാനപ്പെടുത്താൻ കൊണ്ടുപോവുകയാണ്. ഇപ്പം കൊച്ചറ ഗോപാലകൃഷ്ണൻ എന്നാണ് എന്നെ അറിയുന്നത്. അപ്പം ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവരെല്ലാം അറിഞ്ഞു. ഞങ്ങളുടെ കുടുംബചരിത്രത്തിലെ ആദ്യത്തെ സ്നാനമാണ്, ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ സ്നാനമാണ് ഒരു ഹിന്ദുവിൻ്റെ. അപ്പം എൻ്റെ പാസ്റ്റർ TS ജോർജ് ഒരു ട്രമ്മും ഒക്കെ അടിച്ച് വിശ്വാസികൾ ഇങ്ങനെ ജാഥയായിട്ട് കൊണ്ടുപോവാണ് എന്നെ സ്നാനപ്പെടുത്താനായിട്ട്. അപ്പം നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഇറങ്ങി ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുകയാണ്. എൻ്റെ കൂട്ടുകാർ ചെല്ലും മരത്തെ കയറി കാണാനായിട്ട്, സ്നാനം കാണാൻ മരത്തെ കയറി ഇരിക്കുകയാണ്. അപ്പം ഞാൻ അവന്മാരെ കണ്ടു, ഇവന്മാരെല്ലാം അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് പാസ്റ്റർ സ്നാനപ്പെടുത്തുന്ന മുമ്പേ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്കൊരു ഒരു ഹല്ലേലൂയ പറയാൻ സമയം തരണം. പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ 3 ഹല്ലേലൂയ അവർക്ക് പറഞ്ഞു. ഈ മരത്തെ ഇരിക്കുന്നവൻ ഞെട്ടത്തക്ക രീതിയിൽ. കാരണം ഇത് ഭയപ്പെടേണ്ട കാര്യവും നാണിക്കേണ്ട കാര്യമൊന്നുമല്ല, ഇത് കർത്താവിനോട് ചേരുന്ന കാര്യമാണ്. അപ്പം ഞാൻ സ്നാനപ്പെട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇത് ഇങ്ങനെ സ്നാനപ്പെട്ട് വരുമ്പോൾ അന്ന് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർ കൂടുതൽ സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ അവർ വരുന്നവർക്ക് ഒരു ഹൈ ഹീൽ ചപ്പൽ, കളറുള്ള ചപ്പൽ കാണും. ഈ ചപ്പലിൻ്റെ ഹീലിൽ പല കളറാണ്. പിന്നെ പ്ലാസ്റ്റിക് സഞ്ചിയൊക്കെ കാണും. അതൊക്കെ കണ്ടാൽ നമ്മളറിയാം ഇവൻ സിംഗപ്പൂരിൽ നിന്ന് വരികയാണ്. അപ്പം അതുപോലെ ഞാൻ സ്നാനപ്പെട്ട് ഈ തുണിയൊക്കെ ഒരു പ്ലാസ്റ്റിക് സഞ്ചി വെച്ചിട്ട് വീട്ടിലോട്ട് പോവുക. ഒരു 1-2 കിലോമീറ്റർ നടക്കണം.
വലിയ ഗമയിൽ സന്തോഷത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മീനാക്ഷി അമ്മയുണ്ട്. മീനാക്ഷി അമ്മ, ഞാൻ സ്നാനപ്പെട്ടെന്നറിഞ്ഞു. മീനാക്ഷി അമ്മ എന്നോട് വന്ന് പറയാ, എടാ ഗോപാലകൃഷ്ണ, കാക്ക കുളിച്ച കൊക്കാകൂടാ. ആദ്യത്തെ പ്രഹരമാണ്. അപ്പം ഞാൻ മീനാക്ഷി അമ്മയോടൊന്നും സംസാരിക്കാൻ നിന്നില്ല. കാരണം മീനാക്ഷി അമ്മയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. ഏതാ, ഞാൻ കാക്കയല്ല, ഞാൻ കൊക്കുമല്ലെന്ന് എനിക്കറിയാം. കാക്ക കുളിച്ചാൽ കുക്കുമല്ലെന്നും എനിക്കറിയാം, ആകുകയല്ലെന്നും എനിക്കറിയാം. പക്ഷെ മീനാക്ഷി അമ്മയെ ഉദ്ദേശിച്ചത് അതല്ല, ഗോപാലകൃഷ്ണനായ നീ സ്നാനപ്പെട്ടാൽ ഉടനെ ക്രിസ്ത്യാനി ആകുമെന്നാണ്. അതിന് അവരോട് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. യേശുവിനെ ആര് സ്വീകരിക്കുമോ അവനാണ് ക്രിസ്ത്യാനി. ഇതൊന്നും മീനാക്ഷിക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവരോട് മറുപടി ഒന്നും പറഞ്ഞില്ല. വീട്ടിലേക്ക് ചെന്നപ്പോൾ അപ്പോൾ എൻ്റെ പാസ്റ്റർ എനിക്ക് പോൾ എന്നൊക്കെ പേരിട്ടു. അങ്ങനെയാണ് ഞാൻ പോൾ ഗോപാലകൃഷ്ണനായത്. അപ്പോൾ പോൾ എന്ന് പേരിട്ടു. എനിക്ക് അതിൻ്റെ അർത്ഥം അന്നറിയത്തില്ല എന്താണ്. പക്ഷേ എൻ്റെ പാസ്റ്റർ എന്നാണ്. എനിക്ക് എൻ്റെ പാസ്റ്ററോട് ബഹുമാനമാണ് അന്നും ഇന്നും. മോശമായതൊന്നും തരികയില്ല. അതുകൊണ്ട് ഞാനത് സ്വീകരിച്ചു, പോൾ. അപ്പോൾ എൻ്റെ വീട്ടുകാർ എല്ലാം കൂടെ കൂടി, എൻ്റെ ജ്യേഷ്ഠനൊക്കെ. പോളെന്ന് പറഞ്ഞാൽ എന്താ അവർക്കറിയത്തില്ല. അവർക്കത് മോള എന്നാണ് മനസ്സിലായത്. അപ്പം മോള അവരുടെ കൈ വന്നപ്പോൾ അത് മോളായി. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ സുകുമാരൻ പറഞ്ഞു, എടാ ക്രിസ്ത്യാനികളെല്ലാം കൂടെ നിന്റെ പേരൊക്കെ മാറ്റി നിന്നെ മോളെ എന്ന് വിളിക്കാൻ തുടങ്ങിയല്ലോടാ എന്ന് പറഞ്ഞാണ് എൻ്റെ വീട്ടിലേക്ക് എന്നെ സ്വാഗതം ചെയ്തത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിന് ഞാൻ പ്രതികാരം നടത്തിയത് എൻ്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തെയും അവരുടെ 4 മക്കളെയും സ്നാനപ്പെടുത്തിക്കൊണ്ടാണ്. ഹല്ലേലൂയ. കൊല്ലാൻ വന്നവരുണ്ട്, തല്ലിയവരുണ്ട്, ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പോഴെല്ലാം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യും, ഞാൻ ഭീരുവാണോ, ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം, ബോർഡ് എയറാണെന്ന്. ജീവിതവുമായി ബന്ധപ്പെട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഭീരുവാണെങ്കിൽ നരകത്തിലേക്കാണ്, സംശയമില്ല. കാരണം ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്, ദൈവം പറഞ്ഞ കാര്യമാണ്. അവിശ്വാസി, നമ്മൾ ഏതായാലും ദൈവവിശ്വാസികളാണ് അല്ലേ? വിശ്വാസി. പിന്നെ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകർ. നമ്മൾ ആരെയും കൊല്ലുന്നില്ല. പിന്നെന്തൊക്കെയാ? ദുർനടപ്പ്. ഇതൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓർത്തോണം, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയോട് ജീവിക്കുമ്പോൾ ഈ സ്വർഗം എന്നുള്ള ബോർഡാണ്. അപ്പോൾ നമ്മൾ ദുർനടപ്പ് ചെയ്യുമ്പോൾ ഈ ബോർഡ് മാറ്റിയ നരകത്തിൽ വെക്കും, നരകം നോക്കും. ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ചെന്നാൽ, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലൊക്കെ ചെന്നാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, പല ബോർഡ് മാറ്റുന്ന കണ്ടിട്ടില്ലേ? ഇപ്പം കളിവക്കോളേക്ക് പോകുന്ന വണ്ടി അതിങ്ങോട്ട് വന്നു കഴിഞ്ഞ് വേറെ അതങ്ങ് കിളിമാനൂരിനാണ് പോകുന്നെങ്കിൽ അത് ആ കണ്ടക്ടർ വന്ന് എടുത്ത് മാറ്റിയിട്ട് അത് എന്ത് വെക്കും? ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക, ഇത് ബോർഡ് മാറ്റിക്കൊണ്ടിരിക്കും. ഏതാ സ്വത്രം ഹല്ലേലൂയ ഒക്കെ പറഞ്ഞിട്ട് പോയി പാപം ചെയ്താൽ സ്വർഗം എന്നുള്ള ബോർഡ് മാറ്റിയിട്ട് അവിടെ എന്ത് വെക്കും? ഇതൊരു ഭയങ്കര കാര്യമാണ്, ഭയങ്കര ഒരു കാര്യമാണ്. പിന്നെ അന്നേരം എക്സിറ്റായി. എങ്ങോട്ട് എക്സിറ്റായി? വിശാലമായ പാതയിലായി പോയി. പിന്നെയും എക്സിറ്റ് ഉണ്ട് ജീവന്റെ വഴിയിലേക്ക്. പക്ഷെ ആ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥലം കട്ടിയാണ്. പന്നിക്കൂട്ടത്തിലൂടെയൊക്കെ ഒന്ന് പോയി വയറൊക്കെ ഒന്ന് ഒട്ടി കരഞ്ഞൊക്കെ വരേണ്ടി വരും, മുടിയമ്പത്രം വന്ന പോലെ. മാനസാന്തരപ്പെട്ടാൽ എക്സിറ്റ് കിടന്ന് പഴയ വഴി വരാം. അന്നേരം ബോർഡ് വെക്കും സ്വർഗം വന്ന്. അപ്പം നമ്മുടെ മുൻപിലുള്ള ബോർഡ് ഏതാണെന്ന് എപ്പോഴും നോക്കണം. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ. അടുത്തത് ക്ഷുദ്രക്കാർ നമ്മൾ ചെയ്യാറില്ല. ക്ഷുദ്രക്കാർ. പിന്നെ ബിംബാരാധികൾ അത് നമ്മൾ ചെയ്യാറില്ല. പിന്നെ ഫോഷ്ക് പറയുന്നവർ, ഇത് നമ്മൾ ചെയ്യുന്ന പണിയാണ്. എന്ത് കള്ളവാചല്ലോ പറയുന്നത് ഇല്ലേ? അയ്യോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ഓരോ കള്ളം പറയുമ്പോഴും ബോർഡ് മാറിക്കൊണ്ടിരിക്കുകയെന്ന്? നമ്മൾ ഓരോ കള്ളം പറയുമ്പോഴും എന്ത് ചെയ്യുക? കണ്ടക്ടർ ബോർഡ് മാറിക്കൊണ്ട് സ്വർഗത്തിലോട്ട് പോയ വണ്ടിയാണ്, എളുപ്പം എന്ത് ചെയ്തു? ബോർഡ് മാറ്റി നരകത്തിലേക്കുള്ള വണ്ടിയായി. അത് ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ഉയർക്കും. അപ്പോൾ ഒരാഴമേറിയ മാനസാന്തരം
എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. സ്തോത്രം. പാട്ട് നല്ലത്, പ്രാർത്ഥന നല്ലത്, ആരാധന നല്ലത്. എന്നാൽ വിശുദ്ധനായ ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വിശുദ്ധി പ്രതീക്ഷിക്കുന്നു. ഒന്ന് സ്വതം ചെയ്താട്ടെ, ഒന്ന് സ്വതം ചെയ്താട്ടെ. ദുഷ്ടനായ സാത്താൻ കാൺമാൻ ഭംഗിയുള്ളത്, തിന്മാൻ രുചിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ള ആ വിലക്കപ്പെട്ട കനി എങ്ങനെങ്കിലും എനിക്ക് നിങ്ങൾക്കും ഒന്ന് തന്ന് നമ്മളെ ആ നിത്യജീവന്റെ വഴിയിൽ നിന്ന്, ആ ഇടുങ്ങിയ വഴിയിൽ നിന്ന് എങ്ങനെങ്കിലും ആ നാശത്തിന്റെ വഴിയിൽ കൊണ്ടുപോകുവാൻ പ്രലോഭകൻ 24 മണിക്കൂറും ഉറങ്ങാതെ കാത്തിരിക്കുമ്പോൾ ഭയത്തോടും ഭക്തിയോടും ജീവിക്കേണ്ട സമയമാണ്. കാരണം കർത്താവ് വരാറായി. കർത്താവ് വരാറായി. ഒന്നാമത്തെ പുനരുത്ഥാനം സംഭവിക്കാറായി. കാരണം അന്ന് 2 പേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് 2 പേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. രക്ഷിക്കപ്പെടാത്തവർ തള്ളപ്പെടും, സ്നാനപ്പെടാത്തവർ തള്ളപ്പെടും, അഭിഷേകം പ്രാപിക്കാത്തവർ തള്ളപ്പെടും, വേർപെടാത്തവർ തള്ളപ്പെടും, ഭീരുക്കൾ തള്ളപ്പെടും, അറുക്കപ്പെട്ടവർ തള്ളപ്പെടും, വിഗ്രഹാരാധികൾ തള്ളപ്പെടും, കുലപാതകന്മാർ തള്ളപ്പെടും, ഭോഷ്ക് പറയുന്നവർ തള്ളപ്പെടും എന്ന് ബൈബിൾ പറയുന്നത് കൊണ്ട് ഞാനും നിങ്ങളും തള്ളപ്പെടാതിരിപ്പാൻ ദൈവകൃപയിലേക്ക് വരണം. ഈ കൃപായുഗത്തിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും, സ്നാനപ്പെട്ടില്ലെങ്കിലും, അഭിഷേകം പ്രാപിച്ചില്ലെങ്കിലും, വേർവിട്ടില്ലെങ്കിലും, വിശുദ്ധിയോട് ജീവിക്കുന്നില്ലെങ്കിലും, വിഗ്രഹാരാധിയാണെങ്കിലും, ഭോഷ്ക് പറയുന്നവനാണെങ്കിലും, ദുർനടപ്പുകാരനാണെങ്കിലും, കൊലപാതകനാണെങ്കിലും, ഏത് മഹാപാപിയാണെങ്കിലും, ക്രൂശിന്റെ ഒരു വശത്ത് കിടന്നിയ കള്ളൻ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കർത്താവേ തെറ്റിപ്പോയി, കർത്താവേ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണ കാണിക്കണമേ, അവിടുത്തെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, അവിടുത്തെ സ്നേഹത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, അവിടുത്തെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് ഒരുവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് യേശുവിന്റെ അടുക്കലേക്ക് വന്നാൽ അവന്റെ പാപം രക്താംബരം പോലായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും. പിന്നെ കർത്താവ് അത് ഓർക്കുകയില്ല. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. അവൻ സ്നേഹമുള്ളവനാണ്, അവൻ കരുണയുള്ളവനാണ്, അവൻ ദയയുള്ളവനാണ്, അവൻ ക്ഷമിക്കുന്നവനാണ്, അവൻ നീതിമാൻ മാത്രമല്ല രക്ഷിക്കുന്നവനുമാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് ഈ ഉപവാസ പ്രാർത്ഥന, അതിനുവേണ്ടിയാണ്, ആ ഒരുക്കത്തിന് വേണ്ടി. കാരണം നമ്മുടെ കർത്താവ് വരാറായി. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. എനിക്ക് ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകാൻ വലിയ കൊതിയാണ്. അതിനുവേണ്ടി എന്തും നഷ്ടപ്പെടുത്തുന്നവൻ മടയനല്ല. ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് വേണ്ടി എന്തും നഷ്ടപ്പെടുത്തുന്നവൻ മഠയനല്ല. കാരണം അവൻ്റെ എല്ലാം നഷ്ടപ്പെടുമല്ലോ. അതിനല്പ സമയത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്ന് പറഞ്ഞാൽ 2 വ്യക്തികളെ ഇവിടെ കൊണ്ടുവരുന്നു. യേശുവിനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ കൊല്ലുമെന്ന് പറയുന്നു. ഒരുത്തൻ ഭയന്ന് മാറിപ്പോകുന്നു, ഒരുത്തൻ കൊല്ലപ്പെടുന്നു. പക്ഷെ ഈ മാറിപ്പോയവനും മരിക്കുമല്ലോ കുറച്ച് കഴിയുമ്പോൾ. അവന് നാളെ ക്യാൻസർ വന്നാണോ എങ്ങനെയാ മരിക്കുന്നത് എങ്ങനെ അറിയാം? ഏതായാലും അവനും മരിക്കും. എന്നാൽ ഇവനാ ഭാഗ്യവാൻ. കാരണം ഇവൻ രക്തസാക്ഷി ആയതുകൊണ്ട് 5 മിനിറ്റ് പോലും വേദന അനുഭവിക്കേണ്ടി വന്നില്ല. അപ്പോൾ ആരുടെ മരണമായിരുന്നു ഏറ്റവും നല്ലത്? അതാണ് ചിലർ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റത്. നല്ലൊരു പുനരുത്ഥാനത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുന്നവൻ ബുദ്ധിമാനാണ്. കാരണം എല്ലാം ഉപേക്ഷിക്കാത്തവൻ എല്ലാം ഉപേക്ഷിച്ച് 2ാം പുനരുത്ഥാനത്തിൽ പങ്കാളിയാകും. അതുകൊണ്ട് ദാനിയേൽ പറയുകയാണ്, ബുദ്ധിമാന്മാർ, ദാനിയേൽ 12:3, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ
നിത്യലജ്ജയ്ക്കായും ചിലർ നിത്യജീവനായും എഴുന്നേറ്റ് വരും. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും ശോഭിക്കും. ഈ വചനത്തിന് മുൻപിൽ നിങ്ങളിൽ എത്ര പേർ ആത്മാർത്ഥമായെന്ന് സമർപ്പിക്കാൻ ആഗ്രഹിക്കും? എത്ര പേർ ആ പുനരുത്ഥാന ശരീരത്തിന് വേണ്ടി എന്തും നഷ്ടപ്പെടുത്താനും അതിന് തടസ്സമായി വരുന്ന എന്തിനോടും നോ പറയാനും എത്ര പേർ തയ്യാറാണ്? ഞാൻ ആ പദം ഒന്നുകൂടെ പറയട്ടെ. ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് വേണ്ടി എന്തും, ജീവൻ ഉൾപ്പെടെ എന്തും നഷ്ടപ്പെടുത്താനും, ആ പുനരുത്ഥാന ശരീരം എനിക്ക് ലഭിക്കാതെ വണ്ണം തടയാൻ സാധ്യമുള്ള എന്തിനേയും നോ എന്ന് പറയുവാനും എനിക്കും നിങ്ങൾക്കും കഴിയുമെങ്കിൽ നിങ്ങൾ ബുദ്ധിമാനാണ്, ബുദ്ധിമതിയാണ്. അങ്ങനെ തീരുമാനമെടുക്കുന്ന വ്യക്തിക്ക് നിൽക്കാനുള്ള കൃപ കർത്താവ് പകരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ, പരപ്രേരണ കൂടാതെ ആഗ്രഹിക്കുന്നവർ ആദ്യം എഴുന്നേറ്റ് നിൽക്കണം. അതിനുശേഷം 2 കൈയും ഉയർത്തിപ്പിടിക്കണം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം ഞാൻ ആ പ്രാർത്ഥനാ വാചകം ഒന്ന് പറയാം. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ദൈവമേ, ആ പുനരുത്ഥാന ശരീരം നഷ്ടമാകുന്ന ഒന്നും എനിക്ക് വേണ്ട. നഷ്ടമാക്കുന്ന ഒന്നിനെയും എനിക്ക് വേണ്ട. എനിക്ക് ആ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കാളിയാകണം. അതിനങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നത് എന്തും ചെയ്യുവാൻ ഞാനിതാ അങ്ങയുടെ പാദപീഠത്തിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ തീരുമാനത്തിൽ നിലനിൽക്കാൻ എനിക്ക് കൃപ നൽകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കൃപ തോന്നി കേൾക്കണമേ. ഈ ഓൺലൈനിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ, സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ, അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ, പാപത്തോടും ദുരുപദേശത്തോടും വേർപെടാത്തവരുണ്ടെങ്കിൽ, വിശുദ്ധിയിൽ ജീവിക്കാത്തവരുണ്ടെങ്കിൽ, ഈ കൃപായുഗം അവസാനിക്കുന്നതിന് മുൻപ്, കർത്താവ് വരുന്നതിന് മുൻപേ, മരിച്ചവർ ഉയർക്കുന്നതിന് മുൻപേ, നിങ്ങൾ മരിക്കുന്നതിന് മുൻപേ ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇവിടെ കരമുയർത്തി നിൽക്കുന്നവരെല്ലാം ഓൺലൈനിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഓൺലൈനിലൂടെ ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടട്ടെ, സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടട്ടെ, അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിക്കട്ടെ, പാപത്തോടും ദുരുപദേശത്തോടും വേർപെടാത്തവർ വേർപെടട്ടെ, വിശുദ്ധ ജീവിതത്തിലേക്ക് വരട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ മക്കളോട് ഇടപെടണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ഒരു നിമിഷം കൂടി നിങ്ങളുടെ കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ.